بسم الله الرحمن الرحيم يا بني آدم لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ നാട്ടുകാരെ, സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാനോട് ഈ സമയം ഇവിടെ പങ്കെടുക്കുവാനും അതുപോലെ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുവാനുമുള്ള തൗഫീഖ് ലഭിച്ചതിന്റെ പേരിൽ ഒരായിരം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമയം നമുക്ക് അനുകൂലമാക്കിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്റെ സഹോദരങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. ഒരൽപ്പം താമസിച്ചാണ് ഈ പരിപാടി തുടങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ സുദീർഘമായ ഒരു ആമുഖത്തിന് നിൽക്കാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ
അടിസ്ഥാനപരമായി അവൻ സ്വീകരിക്കേണ്ട പ്രമാണങ്ങളാണ് അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും. ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുവെങ്കിലും പൊതുവെ മുസ്ലിം സമൂഹം മൊത്തത്തിൽ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും നാം അംഗീകരിക്കണം, സ്വീകരിക്കണം എന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാവശ്യം നമുക്ക് മുന്നിൽ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഐഹിക ലോകത്തെ മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ സ്വീകരിക്കേണ്ട നന്മതിന്മകൾ സ്വയം മനുഷ്യന് കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാൻ മാനവരാശിയോട് പറഞ്ഞ ഒരു വാചകം, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള ഹിദായത്ത് നിങ്ങൾക്ക് വന്നെത്തുന്നതായാൽ ആ ഹിദായത്തിനെ ആര് പിൻപറ്റുന്നുവോ, ആ സന്മാർഗത്തെ ആര് പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ ക്ലേശിക്കേണ്ടതില്ല, അവൻ ഭയപ്പെടേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൽ നേരായ മാർഗം സ്വീകരിക്കേണ്ടത് അല്ലാഹുവിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിലാണ്, ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ വഹയ് മതകീയമായ നിലക്കുള്ള വഹയ് പ്രവാചകന്മാർക്കാണ് സൃഷ്ടികർത്താവായ പടച്ചതമ്പുരാൻ നൽകിയത്. ആ പ്രവാചകന്മാർ നേർക്കുനേരെ സമൂഹത്തിന്റെ സമുദായങ്ങൾക്ക്, ജനവിഭാഗങ്ങൾക്ക് അത് കൈമാറി. എന്നാൽ പിൽക്കാലഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങുന്ന പ്രവാചകന്മാരുടെ ഈ സന്ദേശങ്ങൾ ഒന്നൊന്നായി കൈയൊഴിക്കുന്ന അവസ്ഥകളിലേക്ക് മുസ്ലിം സമൂഹം മാറിയപ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വഹയിന്റെ അല്ലെങ്കിൽ ഈ ഹിദായത്തിന്റെ മാർഗം ഇവിടെ നിലനിർത്തുവാൻ, അതുപോലെ തന്നെ ലോകാവസാനം വരെ ഈ മാർഗം ഇവിടെ നിലനിർത്തുവാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരായ മാർഗം ഇവിടെ എന്ത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ പടച്ചതമ്പുരാൻ ഇവിടെ നിലനിർത്തും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളിലേക്കും മടങ്ങിപ്പോയ ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും മാർഗത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരുവാനും ഹിദായത്തിന്റെ യഥാർത്ഥമായ മാർഗമെന്ത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാനും കടന്നു വന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം അടിസ്ഥാനപരമായി നാട്ടിലുള്ള ജനങ്ങളോട് പ്രാധാന്യപൂർവം പറഞ്ഞ വാചകം, അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് കൈമാറിത്തന്ന അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന്. അത് പറഞ്ഞതിന്റെ പേരിൽ പലപ്പോഴും യാഥാസ്ഥിക വിഭാഗങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിക്കവർ വരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മുറുകെ പിടിച്ചാ പോരാ, കടിച്ചു പിടിച്ചാ പോരാ, ഈ രൂപത്തിൽ ആക്ഷേപിക്കുന്ന ഒരു ശൈലി വരെ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും നേർക്കുനേരെ സ്വീകരിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന് മുജാഹിദ് പ്രസ്ഥാനം വളരെ ശക്തിയായി വാദിച്ചു പോന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇടക്കാലഘട്ടങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും
ആ അഭിപ്രായ വ്യത്യാസം ഒരു ഭിന്നിപ്പിലേക്ക് വഴിതെളിക്കുകയും ചെയ്തതിനു ശേഷം പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകളെ പരസ്യമായി ദുർവ്യാഖ്യാനിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നാടുനീളെ വളരെ ശക്തിയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ പേരിലാണ് ഈ സമയത്ത് ഇത്തരം ഒരു വിശദീകരണം നൽകാൻ മുജാഹിദ് പ്രസ്ഥാനം നിർബന്ധിതരായി. ഏതൊരാശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം കടന്നു വന്നോ ആ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായി പരസ്യമായി തന്നെ സീഡികളിലൂടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയും തള്ളിക്കളയുകയും സ്വന്തം ബുദ്ധിയുടെയും യുക്തിയുടെയും മൂശയിലിട്ടുകൊണ്ട് തട്ടിച്ചു നോക്കി തന്റെ ബുദ്ധിക്കും തന്റെ യുക്തിക്കും പറ്റില്ലെന്ന് കണ്ടാൽ ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന പ്രവണത നാടുനീളെ വളരെ ശക്തമായി നടക്കുന്ന ഈ സാഹചര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം ഈ പ്രസ്ഥാനത്തിന് അള്ളാഹുവിനോട് ഉള്ള ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമാണ്. സൃഷ്ടികർത്താവായ പടച്ച തമ്പുരാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് നിറവേറ്റുന്നതിന്റെ ഭാഗമാണിത്. അത് നിറവേറ്റുവാനാണ് ഈ ചുരുങ്ങിയ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ലാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണ്? അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ലോകത്ത് ആർക്കും തർക്കമില്ലാത്ത കിതാബ്, ഏറ്റവും ശരിയായ കിതാബ് അത് സഹീഹുൽ ബുഖാരിയാണ്. എന്തുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയെ അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അസഹായ സഹീഹായ കിതാബായി സ്വീകരിക്കാനുള്ള കാരണം? അത് ഒരുപാടുണ്ട്, ഒരുപാട് വിശദീകരിക്കാനുള്ള ഒരു വിഷയമായി തന്നെ പറയാനുള്ളതാണ്. ഈ രൂപത്തിൽ സഹീഹുൽ ബുഖാരിയെ മുസ്ലിം സമൂഹം അവലംബിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, പ്രവാചകന്റെ ചര്യകൾ സംശയമില്ലാതെ നമുക്ക് സ്വീകരിക്കുവാൻ പറ്റുന്ന അതിനായി അവലംബിക്കുവാൻ പറ്റുന്ന ഗ്രന്ഥം എന്ന നിലക്ക്. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഈ സഹീഹുൽ ബുഖാരിയെ ചോദ്യം ചെയ്തുകൊണ്ടും അതിലെ ഹദീസുകൾ ഇസ്ലാമിക വിരുദ്ധമാണെന്ന് വാദിച്ചുകൊണ്ടും പല ആളുകളും രംഗത്ത് വരികയുണ്ടായി. നമുക്കറിയാം, സയ്യിദ് അഹ്മദ് മൗലവിയെ പോലുള്ള ആളുകൾ കടന്നു വന്നിട്ട് സഹീഹുൽ ബുഖാരി അതിലുള്ള പല ഹദീസുകളും ഇസ്ലാമിക വിരുദ്ധമാണെന്നും യുക്തിക്ക് വിരുദ്ധമാണെന്നും വാദിച്ചു. ചേകന്നൂർ മൗലവിയെ പോലുള്ള ആളുകൾ കടന്നു വന്നിട്ട് അവര് പറഞ്ഞത് ബുഖാരി എന്ന് പറയുന്ന ആളൊരു ജൂതനായിരുന്നു എന്നാണ്. ജൂതനായിരുന്നു ബുഖാരി, അതുകൊണ്ട് തന്നെ ബുഖാരിയുടെ ഹദീസ് പറ്റ തന്നെ സ്വീകരിക്കാൻ പറ്റൂല, ഒട്ടും തന്നെ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ചേകന്നൂരും പാർട്ടിയും പൂർണ്ണമായും ആ കിതാബിനെ തള്ളി. എന്നാൽ സയ്യിദ് അഹ്മദ് മൗലവിയെ പോലുള്ള ആളുകൾ വന്നിട്ട് ഭാഗികമായി അതിൽ ചില ഹദീസുകൾ എടുത്തു. അത് നമുക്ക് പറ്റൂല, അത് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കൂല, അതിന് ദുർബലതയുണ്ട്, അത് സ്വീകരിക്കാൻ പറ്റില്ല, അങ്ങനെ ചില ഹദീസുകളെ തള്ളുന്ന ഒരു പ്രവണതയുണ്ട്. ആ കാലഘട്ടങ്ങളിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ഒരുപക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട്, അതും സഹിഹായ ഹദീസുകളെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഊരു ചുറ്റുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികളായ മുജാഹിദ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സ്വീകരിച്ച നയം, സമീപനം എന്താണ് എന്ന് അവർക്ക് ഓർമ്മയില്ലെങ്കിൽ അവരുടെ ഓർമ്മയിലേക്കായി 1972 ഫെബ്രുവരി 5-ാം തീയതി പുറത്തിറങ്ങിയ അൽമനാർ, ആ അൽമനാർ സമർപ്പിക്കുകയാണ്. ആ അൽമനാറിൽ ഒരു ലേഖനമുണ്ട്. എന്താണ് ലേഖനം? അസ്രായീലിന്റെ കണ്ണ് എന്നാണ്. ലേഖനത്തിന്റെ പേര് അസ്രായീലിന്റെ കണ്ണ് എന്നാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന
ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസാ നബി മനുഷ്യരൂപത്തിൽ വന്ന അസ്രായീലിന്റെ മുഖത്തിടിക്കുകയും കണ്ണുപൊട്ടുകയും ചെയ്തൊരു സംഭവം. ഈ സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. ചില ആളുകൾക്ക് അതങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ 1972 ഷെയ്ഖ് മുഹമ്മദ് മൗലവി ന്യായാന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അൽമനാറിൽ ആ വിഷയം വളരെ വ്യക്തമായി സമർപ്പിച്ചതായി നമുക്ക് കാണാം. ഇത് മാത്രമല്ല, 1971 തന്നെ ഒക്ടോബർ മാസം 5 പുറത്തിറങ്ങിയ അൽമനാറിൽ പ്രത്യേകമായ ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ട് തന്നെ ഒരു വിശദീകരണം നൽകുന്നത് കാണാം. സഹീഹുൽ ബുഖാരി, സ്ഥിരപ്പെട്ട നബിവചനങ്ങളുടെ സമാഹാരം എന്നാണ് അതിന്റെ ടൈറ്റിൽ. സഹീഹുൽ ബുഖാരി, സ്ഥിരപ്പെട്ട നബിവചനങ്ങളുടെ സമാഹാരം എന്ന ടൈറ്റിലിൽ ഇവിടെ എഴുതിയ ലേഖനം നിങ്ങൾ ഈ സമയത്തൊന്ന് വായിക്കണം. ഒരുപക്ഷെ ഇന്ന് നാടുനീളെ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രചണ്ഡവാദങ്ങൾ, ആ പ്രചണ്ഡവാദങ്ങൾക്ക് 1971 തന്നെ മുജാഹിദ് കേരളം അംഗീകരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് മൗലവി നൽകുന്ന മറുപടിയാണ് ആ ലേഖനം. എന്താണ് ആ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത്? തിരുത്തൽവാദികൾ ഇവിടെയും എന്ന്. എന്താണ് തിരുത്തൽവാദികൾ ഇവിടെയും എന്ന് പറയാൻ കാരണം, സഹീഹുൽ ബുഖാരിയെ പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. എല്ലാം ഈയിടെ പൊങ്ങിയവ, യുക്തിയുടെ പേരിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കും തോന്നലുകൾക്കും യോജിക്കാത്തതെന്തും തള്ളിപ്പറയുന്ന കുൽസിത ബുദ്ധികൾ നൊടിഞ്ഞുണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങൾ വാസ്തവത്തിൽ മറുപടിയെ അർഹിക്കുന്നില്ല. ഇക്കൂട്ടത്തിൽ സഹീഹുൽ ബുഖാരിയെ പറ്റിയുള്ള ആക്ഷേപങ്ങളും പെടുത്താം. തന്റെ ചില നിഗമനങ്ങളോട് വിയോജിച്ചതിനാൽ മാത്രം സഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് നാടുനീളെ നാക്കിട്ടടിച്ച് നടക്കുന്നവർ ഇന്ന് നമ്മുടെ സമുദായത്തിലുണ്ട്. സ്വന്തം യുക്തിയാകുന്ന മാനദണ്ഡം വെച്ചളന്ന് സഹീഹുൽ ബുഖാരിയിലെ ഒട്ടേറെ ഹദീസുകൾ തള്ളിക്കളഞ്ഞ് ആ മഹത് ഗ്രന്ഥത്തെ ഒട്ടുമുക്കാലും വെട്ടിച്ചുരുക്കി അലങ്കോലപ്പെടുത്തിയവരും കുറവല്ല. അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ട അത്തരം ചില വിവരക്കേടുകളെ പറ്റി സാന്ദർഭികമായി സംസാരിക്കാതെ നിവർത്തിയില്ല. പക്ഷേ കൂട്ടത്തിൽ ചിലത് പറഞ്ഞാൽ മതിയാകയില്ല. അതുകൊണ്ട് ഈ ലേഖനത്തെ തുടർന്ന് തന്നെ 1-2 ലേഖനങ്ങളിലായി പ്രസ്തുത കൈകടത്തലുകളെ പറ്റി പ്രതിപാദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ 1971 കാലഘട്ടങ്ങളിൽ തന്നെ സഹീഹുൽ ബുഖാരിയെയും ബുഖാരിയിലുള്ള ചില ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ടും ബുദ്ധിയുടെ മാനദണ്ഡം അളന്നുകൊണ്ട് അല്ലെങ്കിൽ ആ മാനദണ്ഡം വെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ച് രംഗപ്രവേശനം ചെയ്ത ആളുകളുടെ ദുർവ്യാഖ്യാനങ്ങൾ, ആ ദുർവ്യാഖ്യാനങ്ങൾക്ക് വളരെ വ്യക്തമായി മുജാഹിദ് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞതായി കാണാം. ഈ സമയത്ത് ഞാനിത് ഓർമ്മിപ്പിക്കുവാനുള്ള കാരണം, ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ ഇന്ന് സജീവമായ ചർച്ചയാണ്. ചില പണ്ഡിതന്മാർ രംഗത്ത് വന്നുകൊണ്ട് ഞങ്ങൾ ബുഖാരിയിലെ ഹദീസുകളൊക്കെ തള്ളിക്കളയാറുണ്ട്, ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുകൾ നമുക്ക് തള്ളിക്കളയാം, അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഉണ്ടാക്കിയ ചില മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ നമ്മൾ മെനഞ്ഞുണ്ടാക്കിയ ചില സങ്കല്പങ്ങളും, ആ സങ്കല്പങ്ങൾക്ക് യോജിക്കാത്ത ഹദീസൊക്കെ അങ്ങ് തള്ളിക്കളയാം, അത് സ്വീകരിക്കേണ്ടതില്ല, ചവറ്റുകൊട്ടയിലേക്ക് അറിയാം. അതുപോലെ തന്നെ ഖുർആന് വിരുദ്ധമായ ഹദീസുകളുണ്ട്, ഖുർആൻ നസ്സിന് വിരുദ്ധമായ ഹദീസുകൾ ബുഖാരിയിൽ വന്നിട്ടുണ്ട്, അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല, അതൊക്കെ തള്ളിക്കളയണം. അങ്ങനെ ഞാൻ തന്നെ 60-600 ഹദീസൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് പോലും പരസ്യമായി പറയാൻ മടിയില്ലാത്ത പണ്ഡിതന്മാർ നമുക്കിടയിൽ ഊരു ചുറ്റുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട്, അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇനി അതല്ല രസം, ഏത് ബുദ്ധിയുടെയും ഏത് ചിന്തയുടെയും മാനദണ്ഡത്തിലാണ് ഹദീസുകൾ ഉൾക്കൊള്ളേണ്ടതും സ്വീകരിക്കേണ്ടതും എന്നതും ഈ വിഷയത്തിൽ മറ്റൊരു പ്രശ്നമായി വരികയാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ അബ്ദുസ്സലാം സുല്ലമി, ആ അബ്ദുസ്സലാം സുല്ലമി സഹീഹുൽ ബുഖാരിക്ക് ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാനക്കുറിപ്പും കൊടുത്തിട്ടുണ്ട്. ആ വ്യാഖ്യാനക്കുറിപ്പടങ്ങുന്ന സഹീഹുൽ ബുഖാരിയുടെ പരിഭാഷ ഒരു തവണ വായിച്ചു നോക്കിയാൽ അതിൽ മിക്ക ഹദീസുകളും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല.
ഏതാണ്ട് ഇമാം ബുഖാരി സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ഗ്രന്ഥം ക്രോഡീകരിച്ചു എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ഇതിൽ കൂടുതൽ കാണാൻ കഴിയുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ, ആ ഖുർആനോട് യോജിക്കുന്ന രൂപത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് പോലും സലാം സുല്ലമിയുടേതായ തിരുത്തൽ വാദങ്ങൾ ആ വ്യാഖ്യാനത്തിൽ അവതരിപ്പിച്ചതായി കാണാം. ഒരിക്കലും ശാസ്ത്രവിരുദ്ധമാണ് എന്ന് പറയാൻ ഖണ്ഡിതമായി തെളിവില്ല എന്ന് മാത്രമല്ല, ഏതൊരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്നതാണ്. ഖുർആൻ പറഞ്ഞതാണ്. അത് തന്നെ സഹീഹുൽ ബുഖാരി വന്നാൽ അതുപോലും പരസ്യമായി തള്ളിക്കളയുകയും വലിച്ചെറിയുകയും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ വിഴുങ്ങാൻ പറ്റൂല, നേരെ മറിച്ച് ചില വ്യാഖ്യാനങ്ങളോടെ സ്വീകരിക്കാം എന്ന നിലപാട്, ആ നിലപാടാണ് സലാം സുല്ലമി അതിൽ അവലംബിച്ചതായി നമുക്ക് കൂടുതലും കാണാൻ കഴിയുന്നത്. അതിലൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം, എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. മറ്റു ചില വിഷയങ്ങൾ മർമ്മപ്രധാനമായത് ഈ സമയത്ത് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമുക്കറിയാം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്ന സംഭവം. ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്ന സംഭവം അത് ഏത് കുട്ടിക്കും അറിയാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുഅ്ജിസത്ത് എന്ന നിലക്ക് ചന്ദ്രൻ രണ്ടായി പിളർന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നു എന്ന് ഖുർആനും പറഞ്ഞു. നമുക്കറിയാം ഈ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിന്റെ മുസ്ലിം ചരിത്രം പറയുമ്പോൾ പോലും ഈ സംഭവം പലപ്പോഴും എടുത്തുദ്ധരിക്കാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും കേട്ട് പരിചയിച്ച ബുഖാരി ധരിക്കുന്ന ഈ ഹദീസ്, ആ ഹദീസ് അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് മൂപ്പർ വിശദീകരിക്കുന്നത്. നേരെ മറിച്ച് വൻശഖൽ ഖമർ, ചന്ദ്രൻ പിളരും എന്ന് പറഞ്ഞാൽ അത് ലോകാവസാനത്തിൽ ചന്ദ്രൻ പിളരും എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് അവിടെ ബുഖാരി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ചന്ദ്രൻ പിളർന്നു എന്നതിനെ കുറിച്ചല്ല. ഇത് മൂപ്പർക്ക് പറയാൻ പറ്റുന്നില്ല. കാര്യം ചന്ദ്രൻ പിളർന്നു എന്ന് പറയുമ്പോൾ മൂപ്പർക്ക് എന്തോ മാനസികമായ വിഷമമുള്ളത് പോലെ. അതുകൊണ്ട് തന്നെ മൂപ്പർ അതിന് വ്യാഖ്യാനങ്ങൾ നൽകുകയാണ്. എന്നാൽ സത്യത്തിൽ ഇത് ശാസ്ത്രവിരുദ്ധമാണോ? വിരുദ്ധമാണ് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ നമുക്കറിയാം, ഇന്നും ഈ അടുത്ത കാലഘട്ടത്തിൽ പുറത്തു വന്ന ഒരു ചിത്രം, ചന്ദ്രന്റെ പടം, നാസ പുറപ്പെടുവിച്ച അപ്പോളോ 10 അത് പകർത്തിക്കൊണ്ടുവന്ന ഒരു ചിത്രം. ആ ചിത്രത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ചില രംഗങ്ങൾ നാസ പുറത്തുവിട്ടു. അതെന്താണ്? ചന്ദ്രനിൽ ചില പാടുകൾ കണ്ടു, കാണാൻ കഴിയുന്നു. എന്താണ് ആ പാടുകൾ, എന്താണ് എന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ആ ചന്ദ്രന് ആ രൂപത്തിലുള്ള പാടുകൾ ഉണ്ടായത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്ത് സംഭവിച്ചു എന്നറിയില്ല. 200 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആദ്യമായി അത് കണ്ടു തുടങ്ങിയത്. അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇപ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നാസയുടെ സൈറ്റ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്ത് സംഭവിച്ചു എന്നറിയില്ല. എന്നിട്ട് ചില അനുമാനങ്ങൾ അവർ പറയുന്നുണ്ട്. എന്ത്? ഒരു പക്ഷേ ലാവ പോലുള്ള എന്തെങ്കിലും പുറത്തേക്ക് ഒലിച്ചിട്ട് അതുമൂലം പാട് വന്നതാകാം, മറ്റെന്തെങ്കിലും കാരണമാകാം, എന്താണെന്ന് അറിയില്ല. ശാസ്ത്രലോകം പോലും എന്താണ് അവിടെ സംഭവിച്ചത്, ആ ചന്ദ്രന് സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാനും താല്പര്യം കാണിക്കുമ്പോ കേരളത്തിലെ ചില യുക്തിവാദികൾ കടന്നു വന്നിട്ട് ഹദീസുകളെ കുറിച്ച് പറയാണിത് ചന്ദ്രൻ പിളർന്നു എന്നൊന്നും പറയാൻ പറ്റൂല. വൻശഖൽ ഖമർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഭൂതകാലം ഭാവി രൂപത്തിലും ഖുർആൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭാവികാലം ഭൂതരൂപത്തിലും ഖുർആൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രൂപത്തിൽ ഭാവിയിൽ സംഭവിക്കാനുള്ളത് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കാം. അതാണ് ബുദ്ധിക്ക് കൂടുതൽ യോജിക്കുക. അപ്പൊ ഇത്രയും വ്യക്തമായ രൂപത്തിൽ ഹദീസുകളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോ ആ ദുർവ്യാഖ്യാനങ്ങളെ തുറന്നു കാട്ടുക എന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും സംരക്ഷണത്തിന് വേണ്ടി കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാധ്യതയാണ് എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വിശദീകരിക്കുന്നത്. ഇനി വേറൊരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ് ഹദീസിൽ പറയുന്നത്? നമുക്കറിയാം, ഒരാൾ കുടിക്കുന്ന പാനീയം അല്ലെങ്കിൽ കുടിക്കുവാൻ എടുത്തു വെച്ച പാനീയം, ആ പാനീയത്തിലേക്ക് ഒരു ഈച്ച വന്നു വീണു. ആ ഈച്ച വന്നു വീണാൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒന്നുകൂടി ആ ഈച്ചയെ അതിൽ മുക്കിയിട്ട് എടുത്തു കളയും. ഇത് ചില യുക്തിവാദികൾക്ക് തിരിയണില്ല, അവർക്കത് മനസ്സിലാകുന്നില്ല. അവരെന്താ പറഞ്ഞത്? ഈച്ച വന്ന് വീണുപോയി, അത് അറിയാതെ വന്ന് വീണ, പിന്നെ നമ്മൾ ബോധപൂർവ്വം ഒന്നുകൂടി മുക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ബുദ്ധിക്ക് യോജിക്കാൻ പറ്റും? ഇതെന്ത് സംസ്കാരമാണ്?
ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം കുടിച്ചാൽ പോലെ വേറെ ചില ആൾക്കാർ ന്യായമാണോ? ഈച്ച വീണ പിന്നെ മുക്കിട്ട് കുടിക്കണ വെള്ളം കളഞ്ഞാൽ പോരെ. ശരിയാണ്, ഈച്ച വീണ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം കുടിക്കാം. പക്ഷെ കുടിക്കാൻ ആകെ ഒരു ഗ്ലാസ് വെള്ളം ഉള്ളൂ. ആ കുടിക്കാനുള്ള വെള്ളത്തിൽ ഈച്ച വന്ന് വീണെങ്കിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അപ്പോഴും പ്രശ്നമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് ഒന്നുകൂടി അതിലൊന്ന് മുക്ക്, എന്നിട്ട് ആ ഈച്ചയെ കളഞ്ഞേക്കൂ. നബി പറഞ്ഞാൽ നമുക്കെന്ത് തർക്കം? കാരണം മുഹമ്മദ് നബി പറഞ്ഞത് പ്രവാചകന്റെ തന്നിഷ്ടമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് തന്നിഷ്ടമല്ല. നേരെ മറിച്ച് പ്രവാചകൻ പറയുന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ബോധമുള്ള ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞാൽ തന്നെ അത് സ്വീകാര്യമാണ്. എന്നാൽ ചിലർ യുക്തിയുടെ മാനദണ്ഡത്തിൽ തള്ളിക്കളയാ. എന്നാൽ ഇത് ശാസ്ത്രവിരുദ്ധമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഹദീസുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അതിനെക്കുറിച്ച് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇന്ന് നമുക്കറിയാം, ആധുനിക ലോകത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒരാൾക്ക് എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ഇന്റർനെറ്റിൽ കയറി സെർച്ച് എഞ്ചിനിൽ കയറിയിട്ട് ഹദീസ് ആൻഡ് സയൻസ് എന്നടിച്ചിട്ട്, അതല്ലെങ്കിൽ ഫ്ലൈ ആൻഡ് ഹദീസ് എന്നടിച്ചിട്ട് നോക്കൂ, നിങ്ങൾക്ക് കാണാം എന്ത് ഈ ഫ്ലൈയെ കുറിച്ച്, ഈച്ചയെ കുറിച്ച് ബുഖാരിൽ വന്ന ഹദീസ്, അതിനെക്കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ, പഠനങ്ങൾ. ഈച്ച വീണ പാത്രം, ആ പാത്രത്തിൽ രണ്ടാമത് ഈച്ചയെ മുക്കാതെ ആ വെള്ളം നിരീക്ഷിച്ചപ്പോൾ അത് മനുഷ്യന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്, രോഗങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളമാണ്. എന്നാൽ ആ ഈച്ച ഒന്നുകൂടി മുക്കിക്കളഞ്ഞതിനു ശേഷമുള്ള വെള്ളം, ആ വെള്ളം നിരീക്ഷിച്ചപ്പോ ഇല്ല, മനുഷ്യന് ഔഷധമായി പോലും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളതാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ കേരളത്തിലെ ചില യുക്തിവാദികളായ ആളുകൾ അവർ പറയായത് അതെങ്ങനെ ഈച്ച വെള്ളത്തിൽ വീണ പിന്നെ അങ്ങനെ അതിനകത്ത് മുക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അത് ബുദ്ധിക്ക് വച്ചിട്ടില്ല, തള്ളിയേക്ക്. ഇങ്ങനെ തള്ളാൻ നിന്നാ കൊള്ളാൻ എന്താ ഉണ്ടാവുക? മാത്രല്ല, ഏത് ബുദ്ധി? പലർക്കും പല ബുദ്ധിയല്ലേ. യുക്തിവാദിക്ക് ഒരു ബുദ്ധിയാ. യുക്തിവാദി കണ്ടിട്ടില്ലേ? അവനൊരു ബുദ്ധിയാ. അതുപോലെ തന്നെ ഹൈന്ദവന് വേറൊരു ബുദ്ധിയാണ്, ക്രൈസ്തവന് വേറെ ബുദ്ധിയാണ്. കാര്യം അവൻ പഠിച്ചനുസരിച്ച് അവൻ ചിന്തിക്കും. മുസ്ലിമിന് വേറൊരു ബുദ്ധിയാണ് അല്ലേ? 40 വയസ്സുള്ളവനൊരു ബുദ്ധിയാണ്, 30 വയസ്സുള്ളവന് വേറെ ബുദ്ധിയാണ്. അപ്പൊ ഏത് ബുദ്ധിയിൽ ഇത് കൊള്ളിക്കും? സലാസുല്ലമിക്ക് ഒരു ബുദ്ധി, കരുമ്പുരാക്കൽ വേറൊരു ബുദ്ധി, അത് കുബുദ്ധി. അങ്ങനെ പല ബുദ്ധികളും, അതുപോലെ തന്നെ പല ബുദ്ധികളും ഉണ്ട് എന്നിരിക്കവേ ഈ രൂപത്തിൽ പല ബുദ്ധികളുള്ളപ്പോ ഏത് ബുദ്ധിയും ഏത് മാനദണ്ഡവും വെച്ചിട്ടാണ് കൊള്ളേണ്ടതും സ്വീകരിക്കേണ്ടതും ഇല്ലേ? അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഹദീസുകൾ സ്വീകരിക്കാനും തള്ളാനും നിന്നാല് എവിടെ കൊണ്ടെത്തിക്കും? എന്നാൽ തന്നെയും മൂപ്പര് പറയാണെന്ത്? ഞാൻ നേരത്തെ വായിച്ചു അൽമനാർ. ഈ അൽമനാറിൽ ഞാൻ വായിച്ച പരാമർശങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനം വരെ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി പറഞ്ഞു തന്ന തിരുത്തൽവാദികൾക്കെതിരെ 1971 അൽമനാറിലൂടെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ആരും മറക്കരുത്. സഹീഹുൽ ബുഖാരി, ആ ബുഖാരിക്കെതിരെ രംഗത്ത് വന്ന ആളുകൾക്കെതിരെ ഷെയ്ഖ് മുഹമ്മദ് നടത്തിയ വളരെ ശക്തമായ ആക്രമണം, അവർക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം, ആ പ്രതിഷേധം ഓർമ്മയിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ടോ, നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ ശക്തമായി തന്നെ നിലകൊള്ളുന്ന സലാസുല്ലമി എന്ന് പറയുന്ന ആള്, അയാളോട് ഔദ്യോഗിക സ്റ്റേജിൽ നിന്നപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ബുഖാരിയിൽ നിന്ന് 60ഓളം വരുന്ന ഹദീസുകൾ തള്ളിക്കളയുന്ന ആളാണല്ലോ, നിങ്ങൾ 60ഓളം ഹദീസുകളെ ലൈഫാക്കിയിട്ടുണ്ടല്ലോ, അങ്ങനെ ചില ആരോപണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് കേൾക്കുക. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ ചിലർ മുഷ്ടി ചുരുട്ടിയാണ് എഴുന്നേൽക്കുന്നത്. സുഹൃത്തുക്കളെ സെഫുകളില്ല അകറ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. സുല്ലമിയുടെ അപ്രാന്ത് നോക്കി ഇതന്നെയാ പറഞ്ഞത്. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ലാതെ കൂട്ടർ ഞാൻ ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? കണ്ടോ? 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്ന ഏത് നയത്തിനാണ് വ്യത്യാസം വന്നത്?
ഏത് സുന്നത്താ നഷ്ടപ്പെട്ടത്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ മൂപ്പര് 60 ഹദീസ് തള്ളിക്കളഞ്ഞു, ദഈഫാക്കി, മൂപ്പര് തന്നെ സമ്മതിക്കാണ്. അത് എവിടുന്ന്? ബുഖാരിന്ന്. ബുഖാരിയിൽ നിന്ന് 60ഓളം ഹദീസുകൾ തള്ളിക്കളഞ്ഞു മൂപ്പര് തന്നെ സമ്മതിക്കുന്നു, ദുർബലമാക്കിയെന്ന് സമ്മതിക്കുന്നു. അപ്പൊ പിന്നെന്താ ഇദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടത്? ഇദ്ദേഹത്തിന്റെ ആശയം സ്വീകരിക്കുന്നവരെ കുറിച്ച് പറയേണ്ടത്? നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അതുകൊണ്ട് തന്നെ നമുക്കറിയാമെന്ത്, വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുമെന്ന്, മൂപ്പരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റാത്തതാണ് പല ഹദീസുകളും. ഒരു ഉദാഹരണം ഞാൻ പറയാം, സന്ദർഭം ഓർമ്മിപ്പിക്കുകയാണ്. CP ഉമർ സുല്ലമി എഴുതിയ പ്രാർത്ഥനകൾ എന്ന് പറയുന്ന പുസ്തകമാണ്. പ്രാർത്ഥനകൾ എന്ന് പറയുന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ ഒരു ഹദീസുണ്ട്, ജീവികളുടെ ശബ്ദം കേൾക്കുമ്പോൾ. അതൊരു ഹെഡിങ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പറയാണ്, ഇദാ സമയത്തും സിയാഹത്തിയ ദീക ഫസലുല്ലാഹ മിൻ ഫളിഹി ഫഇന്നഹാ റഅത് മലക. നിങ്ങൾ കോഴി കൂവുന്നത് കേട്ടാൽ അല്ലാഹുവിനോട് അവന്റെ ഔദാര്യം ചോദിക്കുക, തീർച്ചയായും അത് മലക്കിനെ കണ്ടിരിക്കും. ബുഖാരി, മുസ്ലിം. രാത്രി നായ്ക്കൾ കുരക്കുന്നതോ കഴുതകൾ കരയുന്നതോ കേട്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടുക, തീർച്ചയായും അവ നിങ്ങൾ കാണാത്തതിനെ കണ്ടിരിക്കും എന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. ശൈത്വാനെ കണ്ടിരിക്കും എന്ന് വന്നിട്ടുള്ളതിനാൽ ഇവിടെ കാണാത്തത് കണ്ടിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ശൈത്വാനാണ് ഉദ്ദേശം എന്ന് മനസ്സിലാക്കാം. അപ്പോ നായ്ക്കൾ കുരക്കുന്നതോ കഴുതകൾ കരയുന്നതോ കണ്ടാൽ നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം. കാരണം നിങ്ങൾ അവ നിങ്ങൾ കാണാത്തതിനെ കണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശൈത്താനെ കണ്ടിരിക്കും, പിശാചിനെ കണ്ടിരിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അത് CP ഉമർ സുല്ലമി പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ എന്ന പുസ്തകത്തിൽ ബുഖാരി, മുസ്ലിം ആ രൂപത്തിൽ തന്നെ ഉദ്ധരിക്കുകയാണ്. എന്നാൽ സലാസുല്ലമിയോ, സലാസുല്ലമി ഹദീസ് ബുഖാരിയിൽ വിശദീകരിച്ചപ്പോൾ മൂപ്പര് പറയാ, കണ്ടോ, അബൂ ഹുറൈറ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, കോഴി കൂവുന്നത് കേട്ടാൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുക, കാരണം കോഴി ഒരു മലക്കിനെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ കഴുത കരയുന്നത് കേട്ടാൽ പിശാചിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക, കാരണം കഴുത പിശാചിനെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ട് മൂപ്പരുടെ വ്യാഖ്യാനം, അത് ബുഖാരിയിലെ ഹദീസാണ്, അത് കൊടുത്തിട്ട് മൂപ്പരുടെ വ്യാഖ്യാനം, ഹദീസ് സഹിയാകുവാൻ ഇബ്നു ജൗസി, ഇമാം സുയൂത്തി, ഇബ്നു ഹജർ മുതലായ പണ്ഡിതർ പ്രസ്താവിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ ഹദീസിൽ പൂർത്തിയായിട്ടില്ല. ഇതാര് പറഞ്ഞതാ? ആര് പറഞ്ഞതാണ്? മൂപ്പര് പറയാണ്. തീർന്നില്ല, ബുഖാരിയുടെ ദൃഷ്ടിയിൽ പൂർത്തിയായിരിക്കാം. കണ്ടോ, ബുഖാരിയുടെ ദൃഷ്ടിയിൽ അത് പൂർത്തിയായിരിക്കാം, പക്ഷെ എന്റെ ദൃഷ്ടിയിൽ അത് പൂർത്തിയായിട്ടില്ല എന്ന് മൂപ്പര് പറയണം. അല്ലാഹുവാണ് ജ്ഞാനി, പുറമെ വിശ്വാസകാര്യവും ഈ ഹദീസിൽ പ്രസ്താവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസകാര്യം ഖബർ വാഹിദ് കൊണ്ട് സ്വീകരിക്കാൻ പറ്റാതെ വേറൊരു വാദം കൂടി മൂപ്പർക്കുണ്ട്. ഖബർ വാഹിദ് കൊണ്ട് വിശ്വാസം സ്ഥിരപ്പെടില്ല, അപ്പൊ ഇതിൽ വിശ്വാസം കൂടി സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് സ്വീകരിക്കേണ്ട എന്ന അർത്ഥം. ഈ ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന അർത്ഥം. അപ്പോ CP പറയാണ് അത് സ്വീകരിക്കാൻ കാര്യം, അത് ഹദീസ് ബുഖാരി, മുസ്ലിം ഉദ്ധരിക്കുന്നതാണ്. പക്ഷേ സലാസുല്ലമി അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ പറയാണ്, ഇതിന് ഒരുപാട് ന്യൂനതകളുണ്ട്, അതിന് പുറമെ ഇത് വിശ്വാസകാര്യം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി നിങ്ങൾ തീരുമാനിച്ചോ, സ്വീകരിക്കണോ വേണ്ടേ. ആ സഹീഹ് ബുഖാരിയുടെ തുടക്കത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഖബർ വാഹിദ് സ്വീകരിക്കാൻ പറ്റൂല, ഖബർ വാഹിദ് സ്വീകരിക്കാൻ പറ്റൂല. അപ്പോ ഇത് സ്വീകരിക്കണ്ട എന്ന രൂപത്തിലാണ് അദ്ദേഹം എതിർക്കുന്നത് പരിഭാഷ എഴുതിയിട്ടുള്ളത്, വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, ഞാനൊന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല, 60 എണ്ണം തള്ളിയാൽ എന്താ കുഴപ്പം വന്നത്? 60 എണ്ണം ഞാൻ തള്ളിയിട്ട് എന്താ കുഴപ്പമുണ്ടായത്? ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇനി അത് മാത്രമാണോ? ഏതൊരാൾക്കും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ത്? ഈ അടുത്ത സമയത്ത് പുറത്തു വന്ന ഒരു വാർത്ത. എന്താ വാർത്ത? ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിൽ എതിരല്ല, മുജാഹിദ് പണ്ഡിതൻ. ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല, മുജാഹിദ് പണ്ഡിതൻ. ഒരു മുജാഹിദ് പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണ ആൾക്കാര്, സാധുക്കളായ മുജാഹിദ് പ്രസ്ഥാനത്തിന് അറിഞ്ഞു വരുന്നവർ ചോദിക്കും, മുജാഹിദിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിപ്പോയോ? മുജാഹിദുകളും ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിപ്പോയോ? എന്താ കാര്യം? ഈ അടുത്ത സമയത്ത് ഒരു ചർച്ച വന്നു. ഹാഫിസ് മുഹമ്മദ് എന്ന് പറയുന്ന ആള്
ഒരു പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ചെന്നപ്പോ ഒരു ഖത്തീബ് ഇങ്ങനെ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ ഓണസദ്യ കഴിക്കരുത്, കാരണം അത് ഇസ്ലാമിക ആചാരവുമായി ബന്ധപ്പെട്ട നിലക്കുള്ള ഒരു രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഭക്ഷണമല്ലാത്തത് കൊണ്ട് അത് നിങ്ങൾ ഉപേക്ഷിക്കലാണ് വേണ്ടത് എന്ന് ഒരു പള്ളിയിൽ നിന്ന് ഖുത്ബ കേട്ട് ഹാഫിസ് മുഹമ്മദ് മടങ്ങിപ്പോയി വീട്ടിൽ പോയി ലേഖനം എഴുതി മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. മാതൃഭൂമി എന്തെടുത്തു? മാതൃഭൂമി അത് എഴുതി വിട്ടു. ഇത് എഴുതി വിട്ടപ്പോ നമ്മുടെ നാട്ടിലെ ചില ബുദ്ധിജീവികളുണ്ടല്ലോ, എന്ത് ബുദ്ധിജീവികളെന്ന് അഭിനയിക്കുകയും പക്ഷേ ബുദ്ധിയില്ലായ്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ. പക്ഷെ പേര് അക്കലാനികളെന്നാണ്. എന്റെ അഭിപ്രായം പറഞ്ഞു, നമ്മൾ അവർ അക്കലാനികളെന്നാണ് വിളിക്കണം, അക്കലാനികളെന്നാണ് വിളിക്കണം. അപ്പൊ അക്കലാനി എന്ന് വെച്ചാൽ എന്തോ വലിയ സാധനം അവരുടെ വിചാരം. ബുദ്ധിജീവി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്റെ അഭിമാനപൂർവ്വം പറയാ. ആയിക്കോട്ടെ, അങ്ങനെ ബുദ്ധിജീവികളായി നടിക്കുന്ന ആളുകള് അവരതിന് മറുപടി എഴുതി. ഹാഫിസ് മുഹമ്മദിന് മറുപടി എഴുതി. എന്ത് ഹാഫിസ് മുഹമ്മദ് മറുപടി എഴുതി എന്ന് പറഞ്ഞാൽ ഹാഫിസ് മുഹമ്മദ് പറഞ്ഞത് ശരിയായില്ല എന്ന രൂപത്തിലല്ല, നേരെ മറിച്ച് മൗലവിമാരെന്തും പറയട്ടെ, നമുക്ക് ഓണസദ്യ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് മുഹമ്മദ് അപ്പുറത്തൊരു ലേഖനം എഴുതി. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അപ്പുറത്തൊരു ലേഖനം എഴുതി. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അത് എഴുതിയാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാര്യം ജീവിതം മുഴുവൻ ഇബാദത്താന്ന് അവരൊരു വാദം തന്നെ. ജീവിതം മുഴുവൻ ഇബാദത്താണ്. നടക്കലും ഇരിക്കലും കിടക്കലും ചാടലും ഓടലും ഒക്കെ ഇബാദത്താണ്. അപ്പൊ ഓണസദ്യ കഴിക്കൽ എന്ന ഇബാദത്ത് അവർ നടത്താൻ നമുക്ക് വിചാരിച്ചാൽ മതി. ഓണസദ്യ കഴിച്ചിട്ട് ഇബാദത്ത് എടുക്കാന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് പോലും അങ്ങനെ പറയുമ്പോൾ ഞാനത് പറയാതിരുന്നാൽ ശരിയാകുമെന്ന് വേറാക്കി. ഷെയ്ഖ് മുഹമ്മദ് പോലും പറയുമ്പോ ഞാനത് പറയാതിരുന്നാൽ ശരിയാവുമോ എന്ന് ചിന്തിച്ചിട്ട് മൂപ്പര് ഫത്വ കൊടുക്കാണ്. എന്ത്? ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിന് ഒരു തരത്തിലും എതിരല്ലെന്ന് പ്രമുഖ ഹദീസ് പണ്ഡിതനും മുജാഹിദ് നേതാവുമായ എ അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു. കണ്ടോ, ഓണസദ്യ കഴിക്കുന്നത് തെറ്റല്ലെന്ന് അബ്ദുസ്സലാം സുല്ലമി പറഞ്ഞു. ജില്ലാ മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് ഓപ്പൺ ഫോറത്തിലാണ് ഇത് സംബന്ധിച്ച് സദസ്സിൽ നിന്ന് ചോദ്യമുയർന്നത്. ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാം മതത്തിന് വിരോധമുണ്ടെന്ന ചില മുസ്ലിം കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനിടെയാണ് മുജാഹിദ് പണ്ഡിതൻ നിലപാട് വ്യക്തമാക്കിയത്. 2006 മാതൃഭൂമി ഡിസംബർ 11 പുറത്തിറങ്ങിയ ആ പത്രത്തിൽ അത് കാണാം. അപ്പോ ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല. ആരാ പറയുന്നത്? എന്നോ അവസാനത്തിൽ പറയാൻ നബിദിനത്തിന്റെ ചോറ് തിന്നാൻ പറ്റൂല. എടാ, ഓണത്തിന്റെ ചോറ് തിന്നാൻ നബിദിനത്തിന്റെ ചോറ് തിന്നാൻ പറ്റൂല. അതെന്താണ് വ്യത്യാസം? അത് നെയ്ച്ചോറ് മറ്റേ സദ്യയാണെന്നുള്ള വ്യത്യാസം ആണോ? ഈ ലേഖനം വായിച്ചിട്ട് ഒരു ഖുറാഫിക്ക് പോലും നാണം വന്നു. സലാം സുല്ലമിയുടെ ലേഖനം വായിച്ചിട്ട് ഖുറാഫി പോലും നാണിച്ചു. അയാൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ചിട്ട് ചോദിക്കാണ്, ഇതോ ഹദീസ് പണ്ഡിതൻ. സുബ്ഹാനല്ലാഹ്, ഇതെന്ത് ഹദീസ് പണ്ഡിതനാ? സിറാജില് ഇതോ ഹദീസ് പണ്ഡിതൻ. ഒരു ഖുറാഫി ചോദിക്കണേ, തീർന്നോ? ചിന്തിക്കണേ, എന്താ ഈ സുല്ലമി ഇവിടെ പറഞ്ഞത്? എന്താ ഇവിടെ പറഞ്ഞത്? ഏത് ഫത്വയാണ്? എന്ത് ഫത്വയാണ്? കാര്യം എന്താ? ശബാബ്, ഓണത്തെ കുറിച്ച് ശബാബിന്റെ കാഴ്ചപ്പാടെന്താ? നിങ്ങൾ നോക്ക്, 98 ഒക്ടോബർ 98 ശബാബിൽ പറയാണ് ഒരു ചോദ്യം, മതസൗഹാർദ്ദം ഇങ്ങനെയോ? പള്ളം സായി ഗ്രാമത്തിലെ മുഹമ്മദ് ഹുസൈന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് പുട്ടപ്പർത്തി പള്ളിയിൽ ഖുർആൻ പാരായണം ആരംഭിച്ചു. മുതലമഠ സത്യസായി മണ്ഡലിയുടെ പ്രവർത്തകനാണ് മുഹമ്മദ് ഹുസൈൻ. പുട്ടപ്പർത്തിയിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിൽ വിവിധ മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാകും. അതിൽ മുസ്ലിം സമുദായക്കാരുടെ പ്രധാന ചടങ്ങാണ് ഖുർആൻ പാരായണം. മലയാള മനോരമ 97 സെപ്റ്റംബർ 3 മുസ്ലിമിന്റെ പ്രതികരണം. ആ മുസ്ലിമിന്റെ പ്രതികരണം ചോദിച്ചപ്പോ മുസ്ലിം അല്ലെങ്കിൽ ശബാബിലൂടെ മറുപടി പറയുകയാണെന്ത്? ഇപ്പോൾ ദേശീയ ആഘോഷമായി ഗണിക്കപ്പെടുന്നുവെങ്കിലും സൃഷ്ടിപൂജയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ആഘോഷം തന്നെയാണ് ഓണം. എന്താ? ഇപ്പോൾ ദേശീയോത്സവമായി ഗണിക്കപ്പെടുന്നുവെങ്കിലും സൃഷ്ടിപൂജയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ആഘോഷം തന്നെയാണ് ഓണം. ഇത് ശബാബ് എഴുതുക. ഇപ്പുറത്ത് സുല്ലമി പറയാണ് എന്ത്? ആ സൃഷ്ടിപൂജയുടെ പേര് നടത്തുന്ന ഓണം, ആ ഓണത്തിന്റെ ചോറ് തിന്നാ, ആ ഓണത്തിന്റെ ചോറ് തിന്നാ. മൂപ്പരതിന് പിന്നെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളൊക്കെ പറഞ്ഞടക്കുക അല്ലേ? പലപ്പോഴും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചിന്തിക്കേ ഓണച്ചോറ് നമുക്ക് തിന്നാലെന്താ? അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, അതൊരു ഉത്സവമല്ലേ, ഒരു ആഘോഷമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. എന്നാ എന്താ ഓണം എന്ന് പഠിച്ചോ, മനസ്സിലാക്കിക്കോ. അതിന് ശബാബ് പോലും വായിക്കേണ്ടതില്ല. നേരെ മറിച്ച്
നേരെ മറിച്ച് കൈത്തിരി. കൈത്തിരി എന്ന് പറഞ്ഞാല് മലയാള മനോരമ പത്രത്തിന്റെ കൂടെ ഫ്രീ കൊടുക്കുന്ന ഒരു പത്രമാണ്. അപ്പൊ ആ കൈത്തിരിയിൽ ഒരു ലേഖനത്തിനുണ്ട്, ഒരു വിശദീകരണത്തിനുണ്ട്. 4 മലയാളിക്ക് 40 ഓണം. 4 മലയാളി ഉണ്ടെങ്കിൽ അവർക്ക് 4 പേർക്ക് 40 ഓണം. 40 സൈസിലായിരിക്കും ഓണം. ഓരോരുത്തരും ഓണത്തെ കുറിച്ച് ഓരോ വീക്ഷണം. എന്നിട്ട് ഓരോരുത്തരും നൽകുന്ന വിശദീകരണം ഓണത്തെ കുറിച്ചുള്ള അവരുടെ സങ്കല്പം പറയുന്നുണ്ട്. മലപ്പുറം ഓണം ഒരു കോലത്തിലാണ്, അതുപോലെ തന്നെ ഓണത്തിനെത്തുന്ന പരശുരാമൻ, ഓണം ഒരു വിദേശി, ഓണം തമിഴകത്തിൽ നിന്ന്, ഓണം ഒരു കാർഷികോത്സവം, കേരള മക്കളാകെ മാവേലിയുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെയും ഓണത്തെ കുറിച്ചുള്ള അവരുടെ വീക്ഷണങ്ങൾ, വിശ്വാസങ്ങൾ വിശദീകരിക്കുക. ഈ രൂപത്തിൽ 4 മലയാളിക്ക് 40 ഓണം എന്ന രൂപത്തിൽ വിശദീകരിച്ച മുഴുവൻ വിശദീകരണത്തിലും എന്താണ്? ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഓണത്തെ പറ്റി ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ് അതിനെ സംബന്ധിച്ച് അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിന്റെ പേര് സംഘടിപ്പിച്ച സദ്യ അത് അകത്താക്കാം എന്നാണ് സുല്ലമി കണ്ടുപിടിച്ചത്. എന്നിട്ട് ചോദിക്കാൻ 60 ഹദീസ് തള്ളി. എന്നിട്ട് ഞാൻ എന്താ നഷ്ടപ്പെടുത്തിയത്? നഷ്ടപ്പെടുത്തിയില്ല, സദ്യ വാങ്ങി തന്നു. നഷ്ടപ്പെടുത്തിയില്ല, നേരെ മറിച്ച് മറ്റുള്ളവര് നഷ്ടപ്പെടുത്തിയിരുന്ന സദ്യ, ഓണത്തിന്റെ സദ്യ ഇപ്പൊ സുല്ലമി വാങ്ങി തന്നു. അല്ലേ? അപ്പൊ എന്താ നഷ്ടപ്പെടുത്തിയില്ലോ? ഇങ്ങനെ കുറെ കഴിഞ്ഞ് ഓരോന്നോരോ നിങ്ങൾ വാങ്ങിത്തരാൻ തുടങ്ങും. ഇപ്പൊ സദ്യയാണ്, പിന്നെ വേറെ എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോ അത് വാങ്ങിത്തരും, പിന്നെ ഇപ്പുറത്ത് വേറെ വാങ്ങിത്തരും, കുറെ വാങ്ങിത്തരും. അതൊക്കെ വാങ്ങി അവസാനം പടച്ചോനെ മുന്നെത്തുമ്പോഴാണ് എന്താണ് ഇത് എന്തെല്ലാം മേടിച്ച് പടച്ചോനെ സുല്ലമി പറഞ്ഞതാ, എന്നിട്ടാ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ പടച്ചോൻ പറയും ആരായി സുല്ലമി? അത് ബുഖാരിയുടെ ഹദീസിനെയൊക്കെ നിരൂപണം ചെയ്യുന്ന ഹദീസ് പണ്ഡിതൻ, ദക്ഷിണേന്ത്യയിലെ തെന്നിന്ത്യയിലെ വലിയ ഹദീസ് പണ്ഡിതനാണ്. ആ വലിയ ഹദീസ് പണ്ഡിതൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പടച്ചവന്റെ അടുക്കൽ രക്ഷയുണ്ടാവില്ല എന്ന് ചിന്തിക്കണം. ഇനി അത് മാത്രമല്ല, ഇങ്ങനെ ഈ രൂപത്തിൽ ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കുകയും തോന്നിയ രൂപത്തിൽ ഫത്വ, എന്തെല്ലാം ഉപദ്രവങ്ങൾ ഇൻഷാഅല്ലാഹ് അവസാനത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട്. തോന്നിയ രൂപത്തിൽ ഫത്വ കൊടുക്കേണ്ട അതെല്ലാം മുജാഹിദിനെ വെക്കുക. അല്ലേ? ഒരാൾ 2ാമത് വിവാഹം കഴിച്ചു, ആദ്യ ഭാര്യയുടെ സമ്മതമില്ലാതെ 2ാം ഭാര്യ വിവാഹം കഴിച്ചപ്പോ ഫത്വ മൂപ്പര് കൊടുക്കുന്നത് ആദ്യത്തെ ഭാര്യയുടെ ബാപ്പക്ക് മരുമകനോട് തലാഖ് ആവശ്യപ്പെടാം. ആദ്യ ഭാര്യയുടെ ബാപ്പ അതിരിക്കണം, മരുമകനോട് തലാഖ് എഴുതുന്നത് എന്റെ മകളെപ്പോ തന്നെ പിടിച്ചു തന്നെ. ആരാ പറയണത്? അമ്മോശൻ, ആദ്യ ഭാര്യയുടെ ബാപ്പ ഈ മരുമകനോട് എന്തെടുക്കാം? പൈസ അല്ലെ? പിന്നെ ആ ബന്ധം വേർപെടുത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അങ്ങനെ ഫത്വ വരെ എഴുതി കൊടുക്കുന്നു. ഇല്ലേ? ഇങ്ങനെ തോന്നിയാസം ഫത്വകളും അതുപോലെ തന്നെ ഏത് രൂപത്തിലുള്ള ഫത്വകൾ ആവശ്യമുണ്ട് ആ ഫത്വകളൊക്കെ എഴുതി കൊടുത്തിട്ട് അതെല്ലാം ഞാൻ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നിർദ്ധാരണം ചെയ്തെടുത്താണ് എന്ന് വ്യാഖ്യാനിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ വസ്വാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി അത് മാത്രമല്ല, അതിപ്പോ മറ്റുള്ള മേഖലയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ കുഫ്റും ശിർക്കും, ഇസ്ലാമിക വിരുദ്ധമായ കുഫ്ർ ശിർക്ക് വളരെ പച്ചയായി വെച്ചുകൊണ്ടിരിക്കുന്നു. അത് മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യുന്നു. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും കടന്നുപോയിട്ടില്ല. ഒരു കാര്യത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി മൂപ്പരെ മസലുണ്ടാക്കുന്ന തത്വത്തിനും രൂപത്തിലെ മൂപ്പര നിലപാട് അത് അദ്ദേഹത്തെ മാത്രം ബാധിക്കുന്നതല്ല, നേരെ മറിച്ച് കേരളത്തിലെ ബഹുമുഖ സമൂഹത്തെ ബാധിക്കുന്നതാണെന്നത് കൊണ്ട് വിശദീകരണം ആവശ്യമാണ്. അതുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. എന്ത്? ഹിപ്നോട്ടിസം. മുജാഹിദ് പ്രസ്ഥാനം വളരെ വ്യക്തമായി ചർച്ച ചെയ്ത വിഷയമാണ്. മുജാഹിദ് പ്രസ്ഥാനം അത് ചർച്ച ചെയ്തു എന്ന് പറയുമ്പോ ഒരു പക്ഷേ ആരും വിചാരിക്കുന്നത് അത് സംഘടനാ പക്ഷപാതിത്വത്തിന് വേണ്ടിയോ അത് ഗ്രൂപ്പ് വരുന്നതിന് ശേഷമൊക്കെ ആണെന്ന് ആരും വിചാരിക്കേണ്ട. അല്ല, നേരെ മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അധികനായ അമരക്കാരനായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ്, ആ ഡോക്ടർ ഉസ്മാൻ സാഹിബ് വളരെ മുമ്പ് തന്നെ സൽസബീലിൽ എഴുതിയ ലേഖനം, ആ സൽസബീലിൽ എഴുതിയ ലേഖനം വളരെ വ്യക്തമായി നമുക്ക് കാണാം. എന്ത്? മഹാനായ ഉമർ മൗലവി ആദ്യം ഈ ഉസ്മാൻ സാഹിബ് ഇതിനു മുമ്പുള്ള സൽസബീലിൽ എഴുതിയ ഒരു ലേഖനം, ആ ലേഖനം എന്തെടുക്കുകയാണ്? രണ്ടാമത് പുനർപ്രസിദ്ധീകരിക്കുകയാണ്. പുനർപ്രസിദ്ധീകരിച്ചപ്പോ ഈ ലേഖനത്തില്
അതിന്റെ തുടക്കത്തിൽ തന്നെ ഉമർ മൗലവി പറയാണെന്ത്, സൽസബീൽ 1971 ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. ഒരു കൊല്ലം ത്രൈമാസികയായിരുന്നു, പിന്നീടാണ് മാസികയാക്കിയത്. ത്രൈമാസിക 2, 3, 4 എന്നീ ലക്കങ്ങളിൽ എന്റെ ബഹുമാന്യ സുഹൃത്തും കേന്ദ്ര സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് പിശാച് എന്ന വിഷയത്തെക്കുറിച്ച് എഴുതിയ ദീർഘലേഖനം സംയോജിപ്പിച്ചുകൊണ്ട് പുനർപ്രസിദ്ധീകരണം നടത്തുകയാണ്. നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭമായ ഒരു ഗവേഷണ പ്രബന്ധമാണിത്. ഇസ്ലാമിക വിജ്ഞാന രചനയിൽ ഈ വിഷയമായി മലയാളത്തിൽ ഇതുവരെ ആരും ഇത്രയും പ്രഗത്ഭമായി എഴുതിയിട്ടില്ലെന്നാണ് എന്റെ അറിവ്. ആധുനിക വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറക്കും എന്നെ പോലെയുള്ളവർക്കും ഈ രചന ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നു. ഡോക്ടർ അവർക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഉമർ മൗലവി എന്ന ഹെഡിങ്ങോട് കൂടിയാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. ഈ ലേഖനത്തിൽ ഒരു ചാർട്ട് തന്നെയുണ്ട്. എന്താണ് ആ ചാർട്ടിലുള്ളത്? ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ട്, ഒരു പ്രത്യേക സെക്ഷൻ തന്നെ. അതിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറയുന്നത് ഹിപ്നോട്ടിസം പൈശാചികമാണ്, പിശാച് സേവയാണ്, പിശാച് സാധനയാണ്. ഇത് 1971 കാലഘട്ടങ്ങളിൽ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പഠിപ്പിച്ചു കൊടുത്തു. കേരള സമൂഹത്തിൽ അത് പിശാചുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ചെയ്യാൻ പറ്റൂല, അത് പിശാച് സേവയാണ്. അതുകൊണ്ടും അവസാനിച്ചില്ല. പിന്നെയോ മഹാനായ മർഹൂം ഹമാനി മൗലവി അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞു, ഹിപ്നോട്ടിസം പൈശാചികമാണ്, ചെയ്യാൻ പറ്റൂല. അത് ഈ പറഞ്ഞതുപോലെ ഹൈന്ദവാചാരമാണ്, ഹൈന്ദവ സന്യാസികളുടെ സാധനകളുമായി ബന്ധപ്പെട്ടതാണ്, ചെയ്യാൻ പറ്റൂല. അപ്പൊ ഡോക്ടർ ഉസ്മാൻ സാഹിബ് നേരത്തെ തന്നെ വ്യക്തമാക്കി കൊടുത്തു, വിശദീകരിച്ചു കൊടുത്തു. അമാനി മൗലവി അത് എടുത്തു പറഞ്ഞു. ഇനിയോ അതിനെക്കുറിച്ച് വിവരമുള്ള പറഞ്ഞു. പ്രൊഫസർ രാമചന്ദ്രൻ എഴുതിയ ഹിപ്നോട്ടിസവും മെസ്മറിസവും, ഈ പുസ്തകത്തിൽ ഒരു പ്രത്യേക അധ്യായം തന്നെയുണ്ട് മെസ്മറിസത്തെ കുറിച്ച്. അത് വലുതായി വളർന്നു വികസിച്ചിട്ടാണല്ലോ ഹിപ്നോട്ടിസമായി രൂപാന്തരപ്പെട്ടത്. ആ ഹിപ്നോട്ടിസമായി രൂപാന്തരപ്പെട്ട ഈ മെസ്മറിസത്തെ കുറിച്ച് ഈ പ്രൊഫസർ രാമചന്ദ്രൻ വിശദീകരിക്കുന്ന ഈ പുസ്തകത്തിൽ പ്രത്യേകമായ ഒരു അധ്യായം തന്നെ കാണാം. ഹിപ്നോട്ടിസത്തിന്റെ ഭാരതീയ സിദ്ധാന്തം, ഹിപ്നോട്ടിസത്തിന്റെ ഭാരതീയ സിദ്ധാന്തം. എന്നിട്ട് ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഭൂമി എന്നിവയൊക്കെ അന്യോന്യം അത്ഭുതകരവും അജ്ഞാതവുമായ ഒരു ശക്തിവിശേഷത്തിന്റെ സ്വാധീന വലയത്തിൽ കറങ്ങിത്തിരിയുന്നവയാണ്. ഭാരതീയ വേദാന്ത ശാസ്ത്രത്തിലൂടെ കണ്ണോടിച്ചാൽ ഈ സിദ്ധാന്തത്തെ ഇന്ത്യൻ ഫിലോസഫിയിലും കണ്ടെത്താം. ഡോക്ടർ മെസ്മറുടെ അത്ഭുതകരവും അജ്ഞാതവുമായ ആ ശക്തിവിശേഷം തന്നെയാണ് ഭാരതീയ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചു കാണുന്ന പ്രാണശക്തി. അങ്ങനെ വിശദീകരിക്കുകയാണ് ഈ ഹിപ്നോട്ടിസത്തെ കുറിച്ച്. അത് ഹൈന്ദവ പുസ്തകങ്ങളും അതുപോലെ തന്നെ സാധനകളും വിശ്വാസങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇനി ആരാ പറയേണ്ടത്? ആരും പറഞ്ഞു തരേണ്ടതില്ലാത്ത രൂപത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്, പൈശാചിക. പക്ഷേ സുല്ലമിയോട് ചോദിച്ചു ഇത് ചെയ്യാൻ പറ്റുമോ? ഹിപ്നോട്ടിസം പഠിക്കാൻ പറ്റുമോ? അത് സ്വീകരിക്കാൻ പറ്റുമോ? മൂപ്പര് പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഹിപ്നോട്ടിസം ഇസ്ലാമികമായി തെറ്റാണോ? ഹിപ്നോട്ടിസം തെറ്റൊന്നല്ല. തെറ്റെന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിസം ചെയ്തുകൊണ്ട് വേണ്ടാത്തൊന്നും ഇതാക്കരുത്. ദൈവമെന്നൊക്കെ പറയാം. സായിബാബ മേജിക്കോ ചെയ്യുന്നത് ദൈവമാവാം. ഏതാச்சுം ഹിപ്നോട്ടിസം എന്താ അങ്ങനെ ഉപയോഗിക്കാം, കേസ് അറിയിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താ തെറ്റ്? അതിൽ ജിന്നുമില്ല. അത് എനിക്കും പഠിച്ചു, ഞാൻ കുറെ പഠിച്ചതാ, പിന്നെ നിർത്തിയതാ. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പെണ്ണിനോടൊക്കെ സംസാരിക്കണം, മുഖത്ത് കൂടെ നോക്കിക്കൊണ്ട് നിൽക്കും, അപ്പൊ തെറ്റിദ്ധരിക്കും. അപ്പൊ അതിന്റെ ഊനതാണ് പഠിച്ചത്. കാരണം നമ്മൾ പോയിന്റിൽ തന്നെ ഇങ്ങനെ നോട്ടാതെ നിയന്ത്രിക്കണം. അത് മാനസികമാണ്. അതിൽ ജയിക്കാനും പ്രശ്നമില്ല, പഠിച്ചിന് വിരോധമില്ല. അല്ലൂരൊക്കെ പോയി നല്ലൊരു ഏർപ്പാടാണത്. കണ്ടോ, നല്ലൊരു ഏർപ്പാടാണ്. മൂപ്പര സർട്ടിഫിക്കറ്റ് ഹിപ്നോട്ടിസം പഠിച്ചു, നല്ലൊരു ഏർപ്പാട്. ഞാൻ കുറെ പഠിച്ചിട്ടുണ്ട്, നല്ല കാര്യമാണിത്. പിന്നെ ഒരു പ്രശ്നമുള്ളൂ, പെണ്ണുങ്ങളുടെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ആ തെറ്റിദ്ധാരണക്കിടയാക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. കണ്ടോ, ആ തെറ്റായതുകൊണ്ട് നിർത്തിയതാണെന്നല്ല, അത് തെറ്റിദ്ധാരണക്കിടയാക്കുന്നത് കൊണ്ട് ഞാൻ നിർത്തിയതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്ക്. എന്നിട്ട് ഈ പിശാചി സേവ നടത്തുകയും അത് പഠിക്കുകയും അത് മറ്റുള്ളവരോട് പഠിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം മൂപ്പര്. ഈ ജിന്ന് സേവ നടത്താണ് മൂപ്പര്, നടത്തിയിട്ടുണ്ടെന്ന് പറയാണ് മൂപ്പര്, അത് മറ്റുള്ളവരോട് നടത്താൻ ആവശ്യപ്പെടാണ് മൂപ്പര്. ആ നല്ല കാര്യമാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് മൂപ്പര്. ഇത് മാത്രല്ല നേരെ മറിച്ച് മാജിക് പഠിക്കാൻ പറ്റൂല.
മാജിക് പഠിക്കാൻ പറ്റില്ലേ? ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷെ സുല്ലമി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. എന്താ അതിനെ കുറിച്ച് മൂപ്പരുടെ വീക്ഷണം? അത് പറയട്ടെ. പ്രതിയോഗികൾ മാജിക് കാണിച്ചതിന് സിഹിറിനാണ് എന്നുള്ള വിഷയം. അത് വിഷയം സിഹിർ എന്നാണ് ജാലവിദ്യ ഉണ്ട്. അത് രണ്ടാ. നമ്മൾ മൂസാ നബിക്ക് സിഹിർ വലിച്ചാണ് ഏതാ വിഷയം എന്ന് അറിയാം. നമ്മളെന്നെ മാരണല്ല, ശൈത്താനെ വിട്ടിട്ടുള്ള സിഹിറല്ല. മാജിക്കും സിഹിർ എന്ന് പറയും. അതിന് സ്ഥലമൊക്കെ ഉണ്ട് എന്നർത്ഥം. അത് എനിക്കും ചെയ്യാൻ പറയും. ഇപ്പൊ നമ്മളെ ഹുമയൂൻ കബീർ നന്നായിട്ട് തലശ്ശേരിയിൽ കാണിച്ചു കൊടുത്ത് മോനറിയാത്. അപ്പൊ എന്താ പറഞ്ഞത്? ഹുമയൂൻ കബീർ കാണിച്ചിട്ടുണ്ട്, എനിക്കും അത് അറിയാം, അത് കുഴപ്പമൊന്നുമില്ല, അത് ജിന്നുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല എന്നാണ് മൂപ്പര് പറയുന്നത്. ആയിക്കോട്ടെ, അതങ്ങനെ തന്നെ നിന്നോട്ടെ. പക്ഷേ ശബാബ് എന്താ പറഞ്ഞത്? ചെറിയ അബ്ദുൽ ഹമീദ് മൗലവി എന്താ പറഞ്ഞത്? മാജിക്കിനെ കുറിച്ച് ചോദിച്ചു. ശബാബിൽ മാജിക് എന്ന പ്രതിഭാസം എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ഇനമാണ്. സാഹസികവും അത്ഭുതപ്പെടുത്തുന്നതുമായ നിരവധി പ്രകടനങ്ങൾ പൊതു സ്റ്റേജിൽ വെച്ച് തന്നെ അവതരിപ്പിച്ച് കാണാറുണ്ട്. ഈ അഭ്യാസം ഒരു കലയാണോ അതോ പൈശാചിക പ്രവൃത്തിയാണോ? പലപ്പോഴും യാഥാർത്ഥ്യമെന്ന് ബോധ്യപ്പെടുത്തുന്ന മാന്ത്രിക വിദ്യയോട് ഇസ്ലാമിന്റെ നിലപാട് വ്യക്തമാക്കാമോ? അതിന് മറുപടി, മാജിക് ഒരു ഭൗതിക പ്രതിഭാസമല്ല, കാണികളിൽ വിദ്യാഭ്രമം ഉണ്ടാക്കുന്ന ഒരു തന്ത്രവിദ്യ മാത്രമാകുന്നു. യാതൊരു ഭൗതിക വസ്തുവിന്റെയും ഘടനയിൽ മൗലികമായ മാറ്റം ഉണ്ടാക്കാൻ മായാജാലം കൊണ്ട് കഴിയില്ല. പ്രേക്ഷകരുടെ കണ്ണുകളിൽ വിദ്യാദർശനം അനുഭവിപ്പിക്കുക മാത്രമാണ് മായാജാലക്കാർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് അത്ഭുതം തോന്നേണ്ടത് വിസ്മയകരമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ കാര്യത്തിലാണ്. പക്ഷേ ഉപരിപ്ലവകമായി മാത്രം വീക്ഷിക്കുന്ന ആളുകൾക്ക് വിദ്യകൾ ഏറെ വിസ്മയകരമായി തോന്നുന്നു. പ്രാചീന കാലത്ത് തന്നെ ചില ആളുകൾ മാന്ത്രിക വിദ്യ പഠിച്ചിരുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അല്ലാഹു വെളിപ്പെടുത്തിയ അത്ഭുത ദൃഷ്ടാന്തങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി സത്യനിഷേധിയും സ്വേച്ഛാധിപതിയുമായ ഫറോവ ചക്രവർത്തി മായാജാലക്കാരെ രംഗത്ത് കൊണ്ടുവന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് പാടണ്ടേ. തലശ്ശേരി ഹുമയൂൻ കബീർ സ്റ്റേജിൽ കയറുന്ന മാജിക് കാണിച്ചു എന്നാ പറഞ്ഞത്. തലശ്ശേരിയിൽ ഹുമയൂൻ കബീർ എന്ന് പറയുന്ന ഒരു മടവൂരി സ്റ്റേജിൽ കയറുന്നുകൊണ്ട് മാജിക് കാണിച്ചു. എന്തിനാണ്? മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ. മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ ഹുമയൂൻ കബീർ കയറുന്ന മാജിക് കാണിക്കാണ്. കൂടെ ഒരാളുണ്ടാര്, സലാഹു സുല്ലമി മൂപ്പരുണ്ട്. ഇതുപോലെ പണ്ടും ഒരു മാജിക് നടന്നിരുന്നു. അതാരാണത്? ഒരാൾ നോക്കുമ്പോ കൂട്ടത്തിലോ മൂപ്പര് കൊണ്ടുവന്ന മാരണക്കാർ, അപ്പുറത്തോ മൂസാ നബി, അപ്പുറത്തോ മൂസാ നബി. കണ്ടോ? അപ്പൊ വളരെ വ്യക്തമാണ് കാര്യം. അപ്പൊ ഇതുപോലെ മൂസാ നബിയുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവിടെ ചെറിയ മുണ്ട വിശദീകരിക്കുകയാണ്. ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം വിശദീകരിച്ച് എഴുതുകയാണ്. എന്നിട്ട് അതിനെപ്പറ്റി അദ്ദേഹം ദീർഘമായ ആയത്തുകൾ കൊടുക്കുന്നു. ആ ആയത്തുകളെല്ലാം കൊടുത്തിട്ട് അവസാനം പറയാണ്, ജാലവിദ്യ പാപമാണെന്ന അവരുടെ ധാരണ ശരിയാണെന്നത്രേ വിശുദ്ധ ഖുർആനിൽ അവരുടെ വാക്ക് ഉദ്ധരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. കണ്ടോ? പാപം ഈ ജാലവിദ്യ അല്ലെങ്കിൽ ഈ മാജിക്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ അവർ കാണിച്ച മാജിക്, അത് പാപമാണെന്ന അവരുടെ ധാരണ ശരിയാണ് എന്നാണ് ഖുർആൻ ആ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എന്തായി? ഈ മാജിക് എന്നുള്ളത് പാപമാണ്, കുറ്റകരമാണ് എന്ന് ശബാബില് സലാഹു സുല്ലമി പറയാണ്. നമ്മുടെ ഹുമയൂൻ കബീർ നന്നായി കാണിക്കും, നല്ലതാണ്. അപ്പൊ എന്താ? ഇവര് പാപത്തിലേക്ക്, കുറ്റത്തിലേക്ക്, കുഫറിലേക്ക് ഈ ജനങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഹിപ്നോട്ടിസം എന്ന കുഫറിലേക്ക്, മാജിക് എന്ന പാപത്തിലേക്കൊക്കെ ആളുകൾ വിളിക്കാണ്. ഒരു കുഴപ്പമില്ല, വന്നോളൂ, ഞങ്ങൾ കാണിച്ചു തരും, ഞങ്ങളുടെ സ്റ്റേജിൽ തന്നെ നടത്തി തരൂ. എന്നിട്ടോ യഥാർത്ഥമായി ഇസ്ലാമിക മാർഗം സ്വീകരിക്കുന്ന ആളുകളെ മുഴുവൻ അദ്ദേഹം പറയുന്നത് മറ്റുള്ളവർ ജിന്ന് സേവയുടെ ആൾക്കാരാണ്. ഒരു ക്ലാസറ്റ് തന്നെ, പരിപാടികൾ തന്നെ എല്ലായിടത്തും ജിന്നു സേവ, സിഹ്ർ, ഇസ്ലാഹി പ്രസ്ഥാനം. സത്യത്തിൽ ആ ക്ലാസിന്റെ പേരിടേണ്ടത് അങ്ങനെയല്ല, ജിന്നു സേവ, സിഹ്ർ, സലാഹു നബി. ആ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആരോപണം പറഞ്ഞിട്ട് എല്ലാവരും ജിന്നു സേവയുടെ ആൾക്കാരാണ്. പക്ഷെ ജിന്നു സേവ മുഴുവൻ മൂപ്പരാ, സേവ തന്നെ സേവ, അല്ലേ? അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ജിന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനം, ആ രൂപത്തിലുള്ള മായാജാല പ്രവർത്തനവും അതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതും അദ്ദേഹത്തിന് അനുയായി, അത് പച്ചയായി തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാം. എന്നിട്ടോ ഏതെങ്കിലും രൂപത്തിൽ എവിടെയെങ്കിലും ജിന്നിനെ കുറിച്ചോ
പിശാചിനെ കുറിച്ച് ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു പ്രസംഗമോ ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ വിശദീകരിച്ചാൽ അതുടൻ തന്നെ എടുക്കുക, ഇസ്രായേൽ പ്രസ്ഥാനത്തിന്റെ മേൽ വെച്ച് കെട്ടിയിട്ട് അത് ജിന്ന് സേവയുടെ ആൾക്കാർ, ഇവിടെ മുഴുവൻ ജിന്ന് സേവയുടെ ആൾക്കാർ, ഇവിടെ മുഴുവൻ പിശാച് സേവയുടെ ആൾക്കാർ, ഇങ്ങനെ വരുത്തി തീർക്കുക. ഇതല്ലേ ഇവിടെ നടന്നത്? ഇതല്ലേ ഇവിടെ നടന്നത്? മാത്രല്ല ആ പ്രയോഗം തന്നെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിന്ന് ശൈത്താൻ എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? നമുക്കറിയാം ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം എഴുതിയ വളരെ നീണ്ട ഒരു ലേഖനമുണ്ട്. ഞാൻ നേരത്തെ എടുത്തു പറഞ്ഞ സൽസബിയിൽ വന്ന ആ ലേഖനം, ആ ലേഖനത്തിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് വളരെ വ്യക്തമായി ഇന്നിവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള പ്രചണ്ഡ വേലക്കെതിരെ വളരെ ശക്തമായി സംസാരിച്ച് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറയുന്നത്? പൈശാചിക പ്രേരണകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലും പരലോകത്തിലും ഉറച്ചു വിശ്വസിക്കുന്ന ഭക്തന്മാർ അള്ളാഹുവിൽ അഭയം തേടുന്നു. അവർ ഖുർആനിലും നബിവചനങ്ങളിലും പിശാചിനെ പറ്റി വന്നിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുകയും ഈ പ്രേരണ പിശാചിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നു. അല്ലാത്തവർ ആ പ്രേരണകൾ സ്വീകരിച്ച് അതുപ്രകാരം പ്രവർത്തിച്ച് ആ മാർഗത്തിൽ അങ്ങനെ പുരോഗമിക്കുന്നു. ജിന്നിനെയും ജിന്നിൽ നിന്നുള്ള പിശാചുക്കളെയും നിഷേധിക്കുന്നവർക്ക്, ഖുർആനിൽ വന്നിട്ടുള്ള ഈ കാര്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് മാറ്റിമറിക്കുന്നവർക്ക് പൈശാചിക പ്രേരണകൾ വരുമ്പോൾ ഓർമ്മിക്കുവാനോ മനസ്സിലാക്കുവാനോ ഒന്നും ഉണ്ടായിരിക്കുകയില്ലല്ലോ. അതെല്ലാം അവരുടെ മാനസിക പ്രവർത്തനങ്ങളും ചിന്തകളുമായി മാത്രമേ അവർ കാണുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചതും ഇത് മഹത്താണെന്നും ശാസ്ത്രീയമാണെന്നും അവരുടെ മനസ്സുകളിൽ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പിശാച് തന്നെയാണ്. പിശാചിന്റെ സഹോദരങ്ങളായി മാറുന്ന ഇത്തരക്കാർ വിരമിക്കാതെ മുന്നോട്ട് പോകുന്നു. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാനും ഹദീസുകൾ തോട്ടിലെറിയാനും ഇസ്ലാമിനെ ആകെ മാറ്റിമറിക്കാനും എല്ലാമുള്ള സംരംഭങ്ങളുമായി പ്രസംഗിച്ചും എഴുതിയും നടക്കുന്ന ഇവരും ഇവരുടെ കൂട്ടാളികളായ പിശാചുക്കളും തമ്മിൽ ബോധനം നടത്തിക്കൊണ്ട് ദുർമാർഗത്തിൽ നിന്ന് വിരമിക്കാതെ വിഹരിക്കുകയാണ്. കണ്ടോ? പിശാച്, ആ പിശാചിനെ കുറിച്ച് വന്നിട്ടുള്ള ആയത്തുകൾ അതിലൊക്കെ തോട്ടറിയാം, വലിച്ചറിയാം. എന്നിട്ട് ഇവർ സ്വസ്ഥമായിട്ട് പിശാചിന്റെ ലോകത്ത് വിഹരിച്ചുകൊണ്ടിരിക്കുക, ശൈത്താന്റെ ലോകത്ത് വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബിൽ എഴുതിയത് കാണാം. മാത്രമല്ല അതിൽ നിന്ന് ആളുകൾക്ക് വ്യത്യാസമുണ്ടാകണം, മാറണം, പണ്ഡിതന്മാർ ഉണരണം എന്ന രൂപത്തിൽ വളരെ മുമ്പ് തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പിശാചിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചത് ഇത് ഇന്നും ഇന്നലെ ഉണ്ടായ ഒരു വിഷയമല്ല എന്ന് പറയാം. ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ആ ലേഖനം സൽസബിയിൽ നിന്ന് എടുത്തു കാണിച്ചത് ഇത് ഇന്ന് ഇന്നലെ ഉണ്ടായ ഒരു വിഷയമല്ല. ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്നു ഇപ്പോ ചില നവയാഥാസ്ഥികരായ ആളുകൾ അവര് ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില വിഷയങ്ങളുമായിട്ട് കൂടിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ ഉണ്ടാക്കിയതാണ്, ഇന്നലെ വന്നതാണ്, മിനിഞ്ഞാന്ന് വന്നല്ല. പിശാചിനെ സംബന്ധിച്ച വ്യക്തമായ വിശദീകരണം, അതുപോലെ അവന്റെ ദുർബോധനങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം വളരെ മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പഠിപ്പിക്കുകയും അതിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയും ചെയ്തു. ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാര്യത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പല രൂപത്തിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ശിർക്ക് വരുന്നുണ്ട്, പല രൂപത്തിലും ശിർക്ക് വരുന്നുണ്ട്, കുഫ്റിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില അനുഭവങ്ങൾ പറയാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഭവം ഒന്നും തെളിവല്ല. ഖുർആൻ എന്ന് പറഞ്ഞു, സുന്നത്ത് എന്ന് പറഞ്ഞു, അതാണ് തെളിവ്. അതുകൊണ്ട് പിശാച് പല രൂപത്തിലും മനുഷ്യനെ സ്വാധീനിക്കും. അതുകൊണ്ട് ആ സ്വാധീനങ്ങൾ പെട്ടുപോകരുത്, മാറി നിൽക്കണം. ഒരു മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി എന്ന് പ്രഖ്യാപിക്കേണ്ടവനാണ്, തൗഹീദ് സ്വീകരിക്കേണ്ടവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടവനാണ് എന്ന് പറഞ്ഞ പഠിപ്പിച്ച ഈ നാട്ടിലെ ജനങ്ങളെ ബോധവൽക്കരിച്ച പ്രസ്ഥാനം അതാണ് മുജാഹിദ് പ്രസ്ഥാനം. നാട് നീളം നടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ജ്യോത്സ്യന്മാരെ, കണിയാർമാരെ, തങ്ങന്മാരെ, ബീവിമാരെ, ഭാവി പ്രവചിക്കുന്നവരെ അടുക്കൽ പോകരുതെന്ന് പറഞ്ഞ് അവരെ സമീപിക്കരുതെന്ന് പറഞ്ഞ് സമുദായത്തെ വിലക്കി പ്രവാചകനും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും പഠിപ്പിച്ച ആ രൂപത്തിൽ ജനങ്ങളെ പരിവർത്തിപ്പിക്കാൻ പരിശ്രമിച്ച മുജാഹിദ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ കുറിച്ച് ഇപ്പോ ചില ആൾക്കാർ ആക്ഷേപം പറയാറുണ്ട്. എന്ത്? ഇവർ ജിന്നിനെ കുറിച്ച് പല രൂപത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ജിന്നുപകാരം ചെയ്യും, ജിന്നുപദ്രവിക്കും, ഇവർക്ക് വിശ്വാസമുണ്ട്. ആരെ സുബ്ഹാനല്ലാഹ് പറയുന്നത്? ഒന്ന് സലാം സുല്ലമി, ഇപ്പുറത്ത് നോക്കുമ്പോ കരിമ്പുലി, അപ്പുറത്ത് നോക്കുമ്പോഴോ CP ഉമർ സുല്ലമി.
എല്ലാരും ഇങ്ങനെ നിരന്നിരുന്നിട്ട് പറയണ എന്ത് ഇവർക്ക് ജിന്നിലൊക്കെ വിശ്വാസമുണ്ട്, ജിന്ന് സഹായിക്കുന്ന വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോ ഇവരെന്താണ്, ഇത് ഗൈബുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ഇവർ ശിർക്കിന്റെ ആൾക്കാരാണ്. ജിന്ന് സഹായിക്കും, ജിന്നുപകാരം ചെയ്യും എന്ന് പറയുന്നവര് അത് ആരാണ്? അത് മറ്റാരുമല്ല, ശിർക്ക് വന്ന മുശ്രിക്കുകളാണ്, തൗഹീദിൽ വ്യതിചരിച്ചവരാണ്. ഞാൻ പറയല്ല, മൂപ്പര് തന്നെ വിശദീകരിക്കട്ടെ, എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം ഞാൻ വിശദീകരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തൗഹീദുമായി പ്രധാനമായി ബന്ധപ്പെട്ടതാണ്. പിശാചിന് ഈ അദൃശ്യ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഈ ജ്യോത്സ്യന്മാർക്കും പണിക്കന്മാർക്കൊക്കെ ഈ അദൃശ്യ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവർ ഒരു വിഭാഗം ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തത്വമായി തന്നെ പ്രചരിപ്പിക്കുന്നത് പിശാചിനെ കട്ട് കേട്ടിട്ട്, ആകാശലോകത്തുള്ള വാർത്തകൾ കട്ട് കേട്ടിട്ട് ഈ പണിക്കന്മാർക്ക്, ജ്യോത്സ്യന്മാർക്ക്, ഇങ്ങനെ പല ആളുകൾക്ക്, ദുർമാർഗങ്ങൾക്കൊക്കെ മറിഞ്ഞ കാര്യം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന പിശാചുക്കൾ ആകാശത്ത് കട്ട് കേൾക്കുക. ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ അള്ളാഹു മലക്കുകളെ അറിയിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ അതിങ്ങനെ ചിറകിട്ടടിച്ചുകൊണ്ട്, അതിന്റെ ആ ഗൗരവത്തിൽ അതിനെ ചിറകിട്ടടിച്ചുകൊണ്ട് ആ മലക്കുകൾ ഓരോന്നും ആ ഇൻഫർമേഷൻ കൈമാറും. ഈ കൈമാറുമ്പോൾ ഈ പിശാചുക്കൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോയിട്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കൈ മറ്റൊരു കൈയുടെ മുകളിൽ കാണിച്ചിട്ട് പറഞ്ഞു എന്നാണ് എനിക്കൊരു പണ്ഡിതൻ പറഞ്ഞു തന്നത്. അങ്ങനെ ഇവ എന്ത് ചെയ്യും, മലക്കുകളിൽ നിന്ന് ഇൻഫർമേഷൻ കട്ട് കേൾക്കും. കട്ട് കേട്ടിട്ട് എന്ത് ചെയ്യും, അത് ഭൂമിയിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അത് ആ ഭൂമിയിലുള്ള അവരുടെ സേവകന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അവർ പ്രവചിക്കും, ഇന്ന കാലം ഇന്നടത്ത് കിടക്കും, ഇന്ന നടക്കുമെന്നെല്ലാം പറഞ്ഞ് പ്രശസ്തരാവരുത്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ വിഷയം പഠിച്ചു പോകണം. കാരണം അല്ലാഹു പറഞ്ഞു, കുല്ലാ യഅലമു മാ ഫിസ് സമാവാതി വൽ അർളി വൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ആകാശത്തുള്ളവരാവട്ടെ, അള്ളാഹ് ഒഴികപ്പം മലക്ക്, ജിന്ന്, ഇസ്ലാം ജിന്ന് എല്ലാം വിട്ട് വല്ലാതെ ഭൂമിയിലുള്ളവര്, ഇപ്പൊ നബിമാരും മുർസലീങ്ങൾ എല്ലാവരും ഉൾപ്പെട്ട് അവർക്കാർക്കും തന്നെ അദൃശ്യകാര്യം അറിയില്ല. അദൃശ്യകാര്യം അള്ളാഹ് മാത്രമേ അറിയുള്ളൂ. കാരണം എന്നാണ് ബർസഖിയായ, അതായത് പുനർജീവിതം എന്നാണ് അവർക്ക് അറിയുകയില്ല. അതുപോലെ മറന്ന കാര്യം അറിയില്ല എന്ന് പറഞ്ഞു. ഇനി ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞു, ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അള്ളയാണ്. പിന്നെ അവന്റെ അദൃശ്യകാര്യം നബിമാർക്ക് മാത്രമേ അറിയിച്ചു കൊടുക്കുള്ളൂ. നബിമാർക്ക് വഹിയിലൂടെ അവൻ എന്തെങ്കിലും അറിയിച്ചു കൊടുക്കും. അത് ഖുർആൻ സൂറത്ത് ജിന്നിലും സൂറത്ത് ആൽ ഇംറാനിലും പറഞ്ഞു. ഇല്ലാ മനിർത്തവാമി റസൂൽ, നബിമാരിൽ നിന്നുള്ള തൃപ്തിപ്പെട്ട നബിമാർക്ക് അള്ളാഹ് വഹിയിലൂടെ എന്ത് ചെയ്യാണ്, അറിയിച്ചു കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ റസൂൽ പല പൂർവിക സംഭവങ്ങളൊക്കെ പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ, ഈ മറിയം ബീബി അലൈഹി ഇസ്ലാമിന്റെ കഥ, ഈ കഥകളൊക്കെ പറഞ്ഞ ശേഷം നബി ഇതൊക്കെ ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹീഹി ഇലൈക, ഇതെല്ലാം ഞാൻ നിനക്ക് വഹിയിലൂടെ അറിയിച്ചു തരുവാണ്. നിനക്കെന്താണ് അദൃശ്യജ്ഞാനം അറിയുന്നത് കൊണ്ടല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈസാ നബി ഇസ്ലാം, അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞെന്താണെന്നറിയോ, ഉനബ്ബിയുക്കും ബിമാ തഅകുലൂന, നിങ്ങൾ തിന്നുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, നിങ്ങൾ ഭക്ഷിക്കുകയാണ്. വമാ തദ്ദഖിറൂന ഫീ ബുയൂതിക്കും, നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഉള്ള വഹിയിലൂടെ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു സദസ്സിൽ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇന്ന ഫീ ദാലിക ആയത്തൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും നിങ്ങൾ വിഷയം നമ്മുടെ തൗഹീദ് വ്യതിയാനം സംഭവിച്ചു പോകരുത്. കാരണം ഈസാ നബി അലൈഹി സ്വലാം ഇവിടെ പ്രവാചകനാണ് എന്നതിന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാ. കാരണം മനുഷ്യനാൽ സാധിക്കൂല. അപ്പൊ അള്ളാന്റെ വഹി എനിക്കുണ്ട്, രേഖയാണ്, അതിൽ ആയത്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഈ കരീൻ, അത് പിന്നീട് വിശദീകരിക്കേണ്ട കരീന്റെ പ്രശ്നം. പിശാചിനെ കരീനിന് കീഴ്പ്പെടുത്തിയിട്ട് ഈ മറിഞ്ഞ കാര്യം അറിയുമെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ എതിരാളി പറയില്ല, ഈസ നിന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് ഞങ്ങൾ പറഞ്ഞു തരാമെന്ന്. ഇതെങ്ങനെ കൂട്ടരെ ദൃഷ്ടാന്താണത്? കാരണം പിശാചിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട്
ദൂരമുള്ള വർത്തമാനങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ സംഭവത്തിന് പിശാച് സാക്ഷി നിന്നിട്ടുണ്ടെങ്കിൽ ആ പിശാചിനെ കീഴ്പ്പെടുത്തിയിട്ട് വർത്തമാനങ്ങൾ അറിയാമെങ്കിൽ മുഹമ്മദ് നബി പൂർവിക ചരിത്രം പറഞ്ഞതൊന്നും ദുഷ്ടാണ്ടാവില്ലല്ലോ. കാരണം അന്നുള്ള കുട്ടിച്ചാത്ത മുഹമ്മദിന് പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മൂസാ നബിന്റെ വടി ഇട്ട് പാമ്പായപ്പോ അള്ളാഹ് പറഞ്ഞു വമാക്കും തബി ജാനിബി തൂരിൽ അയ്മ നബിയനി സൂര്യസിന പർവ്വത്തിലില്ല, എന്റെ റൂഹാനി ഇല്ല. പിന്നെ എങ്ങനെയൊക്കെ ഈ സംഭവമൊക്കെ മനസ്സിലായി? ഞാൻ വഹിയിലൂടെ അറിയിച്ചു തന്നതാണ്, നീ പ്രവാചകനാണ്. അപ്പൊ ഇതൊന്നും ദൃഷ്ടാണ്ടാവില്ല. കാരണം ആ കാലഘട്ടത്തിൽ എന്താണ് കുട്ടിച്ചാത്തന് പിശാച്ച് ഈ നബിമാർക്ക് മുഹമ്മദിനെ അറിയിച്ചു കൊടുത്തതാണ് പറയാലോ. അല്ല എതിരാൾക്ക് പറയാം ഈസ എന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് ഞങ്ങളും പറയാലോ ഒന്നും. ഇനി നമ്മളൊക്കെ മുജാഹിദ് പ്രസ്ഥാനമൊക്കെ മനസ്സിലാക്കിയത് അദൃശ്യകാര്യം അറിയാൻ കൂടുതൽ സാധ്യത ഉള്ളവർക്കാ ബാബിൽ തുറന്ന പ്രവാചകന്മാർക്കാ. അതന്നെ പഠിച്ചോൻ ഉദ്ദേശിക്കും, പഠിച്ചോൻ വഴി അറിവും വേണം. എന്നാ ജിന്ന് പൂജകന്മാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമല്ല. അവർക്ക് പിശാചിനെ കീഴ്പ്പെടുത്തിയിട്ട് കരിനെ കീഴ്പ്പെടുത്തിയിട്ട് യഥേഷ്ട അദൃശ്യം അറിയാം. അപ്പൊ അദൃശ്യകാര്യം അറിയുന്ന വിഷയത്തിൽ അള്ളാന്റെ പ്രവാചകനേക്കാളും കഴിവും വാതിലുകൾ തുറന്നു വെച്ചത് ഈ ജിന്ന് പൂജകന്മാർക്കാണ് പറയേണ്ടി വരും. സഹോദരങ്ങളെ, മൂപ്പർക്ക് എന്താണ് ഈ അദൃശ്യം അല്ലെങ്കിൽ ഗൈബ് തന്നെ തിരിഞ്ഞിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച ഗൈബ് എന്താണ്, അല്ലെങ്കിൽ ഇവിടെ ഖുർആൻ പഠിപ്പിച്ച ഗൈബ് എന്താണ്, മൂപ്പർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് മൂപ്പര് ചോദിക്കുന്നത് ജിന്ന് എന്തെങ്കിലും അറിയുമെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവർ അദൃശ്യ ഗൈബ് അറിയുമെന്ന് വരൂലേ, ഗൈബ് അറിയുമെന്ന് വരൂലേ. അതുകൊണ്ട് ആ തരത്തിൽ സംശയം ഉന്നയിച്ച ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കൽ മാത്രമാണ് മൂപ്പർ ഉദ്ദേശം. അത് വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ ഈ വാചകങ്ങൾ തന്നെ ശബാബിൽ എഴുതിയിട്ടിട്ടുണ്ട്. അദൃശ്യകാര്യങ്ങൾ എന്ന പേരിൽ ശബാബിൽ ഒരു ലേഖനം, മറഞ്ഞ വഴിയും പിശാചിന്റെ ഉപദ്രവവും. എന്നിട്ട് ഇതിലൊരു ലേഖനം തന്നെ ഉണ്ട്, എന്ത്? ഇതുപോലെ മലക്കുകൾ, ജിന്നുകൾ, ദേവന്മാർ, ദേവിമാർ, കുട്ടിച്ചാത്തൻ, പിശാച്, കാളി, ദേവി മുതലായവർ ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുകയോ ഭയപ്പെടുകയോ ചെയ്താൽ അതും ശിർക്കും കുഫ്റുമാണ്. കാരണം ഈ ഭയം അദൃശ്യവും അഭൗതികവും മറഞ്ഞതുമായ കാര്യത്തിന്റെ പേരുള്ള ഭയമാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിൽ ഒരാൾക്കും നിർവചിക്കാൻ സാധ്യമല്ലാത്ത രംഗങ്ങളും മനുഷ്യ നിയന്ത്രണവും കഴിവുകളും ഉപകാരപ്പെടാത്ത രംഗങ്ങളും കാര്യകാരണ ബന്ധങ്ങൾ മുറിയുന്ന രംഗങ്ങളാണ്. മറഞ്ഞ വഴിയുടെ പ്രശ്നം ഉത്ഭവിക്കുന്ന രംഗങ്ങളാണ് ഇതൊക്കെ. കേട്ടോ? അപ്പൊ ഇതിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കണം. എന്ത്? മലക്കുകൾ, ജിന്നുകൾ, ദേവന്മാർ, ദേവിമാർ, കുട്ടിച്ചാത്തൻ, പിശാച്, കാളി, ദേവി മുതലായവർ ഉണ്ടാക്കിയതാണ് വിശ്വസിക്കുകയോ ഭയപ്പെടുകയോ ചെയ്താൽ അത് ശിർക്കും കുഫ്റാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വിശദീകരിച്ചിട്ട് മൂപ്പര് വരുത്തി തീർക്കാൻ ശ്രമിക്കണം. എന്താ അറിയോ? ഈ ലേഖനത്തിലൂടെ മൂപ്പര് മൊത്തത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്ത്? അത് ജിന്നുകളെ സംബന്ധിച്ച് അവരുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അവരെ സേവിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഭാവി കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ പിശാച് പറഞ്ഞു കൊടുത്താൽ അത് ഗൈബിയായ കാര്യമാണ്. ഗൈബ് പിശാച് അറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. എടോ, ഗൈബ് പിശാച് അറിയോ? ഗൈബ് പിശാച് അറിയോ? ലാ യഅലമുഹാ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ഗൈബ് അറിയില്ല, അദൃശ്യം അറിയില്ല. അല്ലാഹ് അറിയിച്ചു കൊടുത്തവരല്ലാതെ ഗൈബ് അറിയില്ല. എന്നാൽ ഈ ഗൈബ് എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാത്ത ഒരു കാര്യം പിശാച് പറഞ്ഞാൽ അത് ഗൈബാണോ? അത് ഗൈബാണോ? അതിനൊരു പുസ്തകം വായിക്കാൻ പറഞ്ഞുതരാം. ഗൈബ് എന്ന പേരൊരു പുസ്തകം. ആരായി പുസ്തകം എഴുതിയത്? ഡോക്ടർ ഉസ്മാൻ സാഹിബ്. ഈ ഗൈബ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കാണാം സാക്ഷാൽ ഗൈബും ആപേക്ഷിക ഗൈബും. സാക്ഷാൽ ഗൈബും ആപേക്ഷിക ഗൈബും. അവിടെ പറയുന്നത് എന്താ? അല്ലാഹുവിന്റെ വിജ്ഞാനം പരിപൂർണമാകുന്നു, ദൃശ്യവും അദൃശ്യവുമായതെല്ലാം അവൻ പൂർണ്ണമായി അറിയുന്നു. എത്ര നിസ്സാരമായി നാം കരുതുന്ന കാര്യങ്ങളും അല്ലാഹുവിന്റെ അറിവിൽപ്പെടാതെ പോകുന്നില്ല. ദൃശ്യലോകത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങൾ അധികവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു കിടക്കുന്നു. അത്തരം മറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ശാസ്ത്രോപാധികൾ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നു. പരമാണുവും ബാക്ടീരിയയും വൈറസും മറ്റും മൈക്രോസ്കോപ്പിന്റെയും ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിന്റെയും സഹായം കൊണ്ട് ദൃശ്യമാകുന്നതിന് മുമ്പ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഗൈബ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു മുറിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തിരിക്കുന്നവരും ഗൈബ് ആയിരിക്കും. ഈ നിലക്ക് ദൃശ്യലോകത്ത് തന്നെ ഒരുത്തന് ഗൈബ് ആയത് മറ്റൊരുവന് അറിയുന്നതായിരിക്കും. ഇരുട്ടിൽ മനുഷ്യന് കാണാത്തത് പൂച്ചയ്ക്ക് കാണാൻ സാധിച്ചേക്കും. ജിന്നിന് കാണുന്നത് മനുഷ്യനെ കണ്ടില്ലെന്ന് വരാം. ഇതെല്ലാം സാക്ഷാൽ ഗൈബല്ല. ഇരുട്ടത്ത് മനുഷ്യന് കാണാൻ പറ്റില്ല, പൂച്ചക്ക് കാണാൻ പറ്റും. അപ്പോ പൂച്ച ഗൈബ് അറിഞ്ഞിരിക്കുന്നു.
പൂച്ച വഴി പറഞ്ഞു എന്ന് വിശ്വസിച്ചാൽ കാഫിറാകും എന്നൊരു സുല്ലമി ഇങ്ങനെ പ്രസംഗിച്ചാല് മൂപ്പര ഉടനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കാണിക്കണം എന്നല്ലാതെ എന്താണ് സംബന്ധിച്ച് പറയാ? ഇരുട്ടത്തിക്കാണ്, പൂച്ച അടുത്തിട്ടുണ്ട്, പൂച്ച കാണുകയാണ്, പക്ഷെ മനുഷ്യൻ കാണുന്നില്ല. അപ്പൊ പൂച്ച പോയി പറഞ്ഞു, നമ്മൾ പോയി പറഞ്ഞില്ല എന്ന് പറയണോ? പറയാമോ? മനുഷ്യൻ കാണുന്നില്ല, ജിന്ന് കാണുന്നു എന്ന് പറഞ്ഞാൽ ആ ജിന്ന് പോയി പറഞ്ഞു, മനുഷ്യൻ പോയി പറഞ്ഞില്ല എന്ന് പറയാമോ? പറ്റൂല. അത് സാക്ഷാൽ ഗൈബല്ല. മതത്തിന്റെ അടിസ്ഥാനമായ ഗൈബിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ദൃശ്യലോകത്ത് തന്നെയുള്ള ഈ ആപേക്ഷികമായ ഗൈബിനെയല്ല. ദൃശ്യപ്രപഞ്ചത്തിന്റെ പിന്നിൽ മനുഷ്യൻ ഒരു വിധത്തിലും കാണാൻ കഴിയാത്ത നിലയിൽ മറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിന്റെ പിന്നിലുള്ള രഹസ്യമായ ഗൈബാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ പുസ്തകമെങ്കിലും ഒന്ന് വായിച്ചു പഠിച്ചിരുന്നെങ്കിൽ മൂപ്പർ ഇടക്കിടക്ക് ഇങ്ങനെ പറയേണ്ടി, ഈ പറയുന്ന ഹുസൈൻ സലഫി ഉമാരൊന്നും കിതാബ് തീരെ പഠിക്കൂല, പള്ളിയിൽ നിന്ന് നടക്കാണ് എന്നൊക്കെ മൂപ്പര് പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരും. അപ്പൊ ഇങ്ങനെ നടക്കാണ്. മലയാളത്തിലുള്ള ഈ പുസ്തകം ഈ ഗൈബെങ്കിലും ഡോക്ടർ ഉസ്മാൻ സാഹിബ് മരണപ്പെട്ടു പോയ മനുഷ്യനാണല്ലോ. ഈ തരത്തിൽ വസ്വാസം ഭിന്നിപ്പുണ്ടാക്കി ഉമ്മാർ ഊരി വിട്ടതിന് മുമ്പ് തന്നെ ഈ ലോകത്ത് നിന്ന് യാത്രയായ മനുഷ്യനാണല്ലോ. മൂപ്പരെഴുതിയ ഗൈബ് എന്ന് പറയുന്ന ഈ പുസ്തകം വായിച്ചു പഠിച്ചിരുന്നെങ്കിൽ. ഇനി ഇതൊരു വശമാണ്, അതിന്റെ നേരായ വശം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞാണ്, ഇത് ഓർമ്മിപ്പിച്ചതാണ്. അതൊന്നും ശരി, നമുക്ക് സമ്മതിക്കാം, അത് ഗൈബാണ്. ഒരു പിശാച് ഒരു ജ്യോത്സ്യന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അത് വിശ്വസിച്ചാൽ അത് ഗൈബായ കാര്യമാ, ജ്യോത്സ്യൻ അറിഞ്ഞതാണെന്ന് വിശ്വസിക്കലാണെന്ന് ഈ സുല്ലമി പറഞ്ഞ രൂപത്തിൽ തന്നെ, അദ്ദേഹം ഏത് രൂപത്തിലാണ് ആ രൂപത്തിൽ തന്നെ സമ്മതിച്ചാൽ തന്നെ ആരാണ് ഇവിടെ ശിർക്ക് പ്രചരിപ്പിച്ചവർ? ആരാണ് ഇവിടെ ശിർക്ക് പ്രചരിപ്പിച്ചവര്? ആരാ പ്രചരിപ്പിച്ചത്? ശബാബുകാരൻ. ശബാബിലെ ലേഖനം എന്താ? ലേഖനം മറ്റൊന്നുമല്ല, ഭാവി പ്രവചിക്കാൻ കഴിയും. ആർക്ക്? ജ്യോത്സ്യന്. എങ്ങനെ? ശൈത്താൻ പറഞ്ഞു കൊടുത്തിട്ട്, പിശാച് പറഞ്ഞു കൊടുത്തിട്ട് അത് പ്രവചിക്കാൻ കഴിയും. ആരാ എഴുതുന്നത്? ജ്യോതിഷം എന്ന് പറയുന്ന ലേഖനം 1999 മെയ് 21 ശബാബായത്. ഈ ശബാബ് ഈ ലേഖനം അല്ലെങ്കിൽ ഈ ജ്യോതിഷം എന്ന് പറയുന്ന ലേഖനം എഴുതിയത് ഡോക്ടർ ബിലാൽ ഫിലിപ്സ് ആണ്. ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് MI തങ്ങളാണ്. MI തങ്ങൾ പരിഭാഷപ്പെടുത്തിയ ലേഖനമാണ്. ഈ ലേഖനത്തിൽ പറയുകയാണത് പിശാച് ഭാവി പറഞ്ഞു തരും. ജിന്നുകൾ മനുഷ്യർക്ക് അവരുടെ ഉടനെയുള്ള ഭാവിയെ കുറിച്ച് ചിലതൊക്കെ അറിവ് കൊടുക്കാറുണ്ട്. മനുഷ്യന്റെ കൂടെ ഉണ്ടാകുന്ന കരീനിനെ എല്ലാ മനുഷ്യരോടൊപ്പം നിയുക്തനായ ജിന്ന് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് പറയണം, ഉപയോഗിച്ചാണ് അവരിത് ചെയ്യുന്നത്. അപ്പൊ കരീൻ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. ഭാവി ചെറിയ ചെറിയ ഭാവികളൊക്കെ പറയുന്നത്. എന്തൊക്കെ പരിപാടികളാണ് തന്റെ മുമ്പിൽ വരുന്നതിന് മുമ്പ് ഭാവി അറിയാൻ വരുന്നയാൾ ആസൂത്രണം ചെയ്തത് എന്ന് കരീൻ പറഞ്ഞു കൊടുക്കും. കണ്ടോ? കരീനത്തെ ജിന്ന് ഈ ജ്യോത്സ്യന് പറഞ്ഞു കൊടുക്കുന്നത്. എവിടെ? ശബാബ വായിക്കണത്. ശബാബ വായിക്കുന്നത് തീർന്നില്ല, ജ്യോത്സ്യൻ കൃത്യമായി പറയുകയും ചെയ്യും. അതുപോലെ മാതാക്കളുടെ പേര്, ജനിച്ച സ്ഥലം, കുട്ടിക്കാലം മുതലായവയും ഭാവി അറിയാൻ വരുന്ന ആളെ സ്വാധീനിക്കാൻ ഇത് വഴി സാധ്യമാകുന്നു. വളരെ പെട്ടെന്ന് വലിയ ദൂരങ്ങൾ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് മറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ, കളഞ്ഞുപോയ സാധനങ്ങൾ, കൺമുമ്പില്ലാത്ത സംഭവങ്ങൾ എന്നിവ അറിയാൻ ജിന്നുകൾക്ക് സാധിക്കുന്നത്. ജിന്നുകളുടെ ഈ കഴിവ് സുലൈമാൻ നബിയുടെയും ഷേബയിലെ രാജ്ഞിയായ ബൽക്കീസിന്റെയും ഖുർആനി കഥകളിൽ തെളിയുന്നു. രാജ്ഞി നബിയെ കാണാൻ വന്നപ്പോൾ ബിൽക്കീസിന്റെ സിംഹാസനം എടുത്തുകൊണ്ടുവരാൻ സുലൈമാൻ നബി കൽപ്പിക്കുകയുണ്ടായി എന്ന് പറഞ്ഞിങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പൊ ഭാവി അറിയാൻ കഴിയുമെന്ന് എഴുതിവിട്ടതാരാ? ഡോക്ടർ ബിലാൽ ഫിലിപ്സ്. അത് പ്രസിദ്ധീകരിച്ചതാരാ? അത് പ്രസിദ്ധീകരിച്ചത് ശബാബ്. അത് വിവർത്തനം ചെയ്തതാരാ? വിവർത്തനം ചെയ്തത് MI തങ്ങള്. അത് കേരളത്തെ പഠിപ്പിച്ചതാരാ? മടവൂരികള് അല്ലേ? എന്നിട്ടിപ്പോ കണ്ടോ, ഇവന്മാരുടെ വിശ്വാസം തെറ്റാണ്, ഇവന്റെ വിശ്വാസം തെറ്റാണ്. ആരുടെ വിശ്വാസം? എന്താ നിങ്ങളുടെ വൈബ്? എന്താ വിശ്വാസം? പറയണം. അപ്പൊ എന്തോ അന്ധതലക്ക് പിടിച്ചാണ്. മാത്രല്ല എന്നല്ലേ ഈ അടുത്ത സമയത്ത് ഇപ്പൊ വളരെ വ്യാപകമായിട്ട് ജിന്ന്, സിഹർ, ഇസ്ലാം പ്രസ്ഥാനം CD ആയിട്ട് ഇങ്ങനെ മടവൂരിയുള്ള ഒരു കിറ്റും പിടിച്ചിങ്ങനെ നടക്കുക. ഒരു പണിയില്ല, ഈ കിറ്റായിട്ട് ഇങ്ങനെ നടക്കുക. എന്താ കാര്യം? കേരളത്തിൽ വളരെ ശക്തമായ നിലയ്ക്ക് ഇസ്ലാഹി പ്രസ്ഥാനം സാൽവേഷൻ എന്ന പേരിൽ ഇന്റർനാഷണൽ എക്സിബിഷൻ നടത്തി. എന്തിനാ?
അതെന്താ നടത്തിയത്? ഈ നാട്ടിലെ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ, തെറ്റിദ്ധരിച്ച ആളുകൾക്ക് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കാൻ. അപ്പൊ ചില മടവൂരിൽ കാണിച്ചു തരാൻ നിങ്ങളുടെ സാൽവേഷൻ, ഓന്റെ വിരളി പിടിച്ചിട്ട് സീത്താർ അങ്ങനെയാണ് പിശാച്. എന്ത് നല്ല കാര്യം ചെയ്യാൻ പോയാലും മൂപ്പര് ഇങ്ങനെ വിരളി പിടിച്ചിങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഈ സീഡിയാട്ടി ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഇത് കണ്ടില്ല, ഇവരിന്ന് പറഞ്ഞാൽ ജിന്ന് സേവയുടെ ആൾക്കാരാ, ജിന്ന് സേവയുടെ ആൾക്കാർ. ആര്? അത് ഡോക്ടർ സുബൈർ എന്ന് പറഞ്ഞ ഒരാളിവിടെ വന്നിട്ട് അയാളാണ് മുഴുവൻ പ്രചരിപ്പിച്ച് നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ നാടാണ് പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലം. ആ പുന്നപ്രയിൽ വെച്ച് നടന്ന ഒരു പരിപാടി. എന്താ പരിപാടി? ഖുർആൻ ക്യാമ്പയിൻ സെമിനാറും പൊതുസമ്മേളനവും പുന്നപ്ര സലഫി നഗറിൽ 2000 മെയ് 21 ഞായർ 9 AM. ഇതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്നറിയോ? ആരൊക്കെ പങ്കെടുക്കുന്നത്? ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാര് പ്രഗത്ഭന്മാരാ. പഠന ക്ലാസ് 1 മനുഷ്യനും ജിന്നും ഡോക്ടർ സുബൈർ. എന്റെ നാട്ടിൽ വെച്ച് നടന്ന പരിപാടിയാണ്. വളരെ നന്നായി, ഞാൻ പങ്കെടുത്ത പരിപാടിയാണ്. ആ പരിപാടി, ആ ക്ലാസ്സിലൊക്കെ ഞാൻ പോയിരുന്നു. ഡോക്ടർ സുബൈർ എന്ത്? മനുഷ്യനും ജിന്നും. പഠന ക്ലാസ് 2 ഖുർആന്റെ സന്ദേശം CM മൗലവി. പഠന ക്ലാസ് 3 തൗഹീദ് ആഖിറത്ത് റിസാലത്ത് CP ഉമർ സുല്ലമി. അടോ, അപ്പോ 1ാം ക്ലാസ് ഏതാണ്? 1ാം ക്ലാസ് ഡോക്ടർ സുബൈറിന്റെ ക്ലാസ്. വിഷയം പാഠം 1 ജിന്ന്. അല്ലേ അല്ലേ? അപ്പൊ ക്ലാസ്, അപ്പൊ അതോ അവിടെ ആരാണ്? അതിനുശേഷം ഉമർ സുല്ലമി. ഡോക്ടർ സുബൈർ പറഞ്ഞ പല വിഷയങ്ങളാണ് അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാർ ഉമർ സുല്ലമിയോടൊന്ന് ചോദ്യം ചോദിച്ചു. ഉമർ സുല്ലമി അതിനു വന്ന് മറുപടി പറഞ്ഞു. CM മൗലവി എന്നവിടെ ഉണ്ടായിരുന്നു. അല്ലേ? എല്ലാവരും ഉണ്ട്, നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. മാത്രമല്ല ഈ പരിപാടി നടക്കണതന്നെ, ഈ പരിപാടി ഖുർആൻ ക്യാമ്പയിൻ സെമിനാർ അന്ന് കൊണ്ടു നടന്നത് തന്നെ അന്ന് ജില്ലാ സമ്മേളനങ്ങൾ ആ KNM ജില്ലാ സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ച സമയം. അപ്പോ ആ ജില്ലാ സമ്മേളനങ്ങളെ തടയിടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ചില കൂശാഗ്ര ബുദ്ധികൾ ഉണ്ടാക്കിക്കൊണ്ടത് ഒരു പരിപാടി. ഇത് സത്യത്തില് ഇതിനൊന്ന് തടയിടണം, അതിന് വേണ്ടിയിട്ട് ഇപ്പുറത്ത് ഉണ്ടാക്കിയ ഒരു കളിയ. എന്നിട്ട് ഇപ്പറഞ്ഞ രൂപത്തില് CP ഉമർ സുല്ലമി ഉപയോഗപ്പെടുത്തി, അതുപോലെ തന്നെ CM മൗലവി ഉപയോഗപ്പെടുത്തിയ ആ പരിപാടിയിൽ പോലും ഡോക്ടർ സുബൈർ ഉണ്ട്. ഡോക്ടർ സുബൈറിനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചാള് ഇന്നും മടവൂരിയായ റഹീം മദനിയാണ്.